വന്ദനം. പാപങ്ങളെല്ലാം പോക്കുന്നതാവൻ, വേദനയെല്ലാം നീക്കുമെന്നാവൻ. പാപങ്ങളെല്ലാം പോക്കുന്നതാവൻ, വേദനയെല്ലാം നീക്കുമെന്നാവൻ. വരുന്നെന്നുള്ളിൽ സ്തോത്രത്തിൻ ഗാനം പകരുന്നെന്നാഥൻ, കൃപയിൻ വന്ദനം. ഘോഷിക്കും ഞാൻ എന്നും തന്നാമം, പാടിയിടും ഞാൻ എന്നും തവ ഗാനം. ഘോഷിക്കും ഞാൻ എന്നും തന്നാമം, പകരും നിന്നുള്ളിൽ പാവനമാം ശക്തി. പകരും നിന്നുള്ളിൽ പാവനമാം ശക്തി. ചൊരിയുവാൻ പാലിൽ സ്നേഹത്തിൻ കാന്തി. നിന്നുള്ളിൽ സ്തോത്രത്തിൻ ഗാനം പകരുന്നെന്നാഥൻ, കൃപയിൻ വന്ദനം. Thank you, choir, for that beautiful rendering of the opening song, praising the Lord Almighty with your beautiful voices, the talents that God has given. മധ്യ തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയുടെ വ്യവസായവൽക്കരണത്തിന്റെ നാളുകളിൽ ആലുവ പ്രദേശത്ത് കുടിയേറിയ മാർത്തോമ സമൂഹത്തിന്റെ ഭാഗമായി കളമശ്ശേരിയിൽ 9 പിതാക്കന്മാർ പ്രാർത്ഥന കൂട്ടായ്മയായി ആരംഭിച്ച് 1966 മെയ് 1 മാർത്തോമ സഭയുടെ ഇടവകയായി ഉയർത്തപ്പെട്ട നമ്മുടെ ഇടവക ഇന്ന് കൃപയുടെ 60 വർഷങ്ങളിൽ എത്തി നിൽക്കുന്നു. Let us seek divine grace for this session. പ്രാർത്ഥനയ്ക്കായി ബഹുമാനപ്പെട്ട PM എബ്രഹാം അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥിക്കാം. ക്രിസ്തു യേശുവിൽ കൂടി ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. രാവിലെ ഞങ്ങൾക്ക് ഒരുമിച്ച് ദേവാലയത്തിൽ കൂടി നിന്നെ ആരാധിക്കുവാൻ, മഹത്വീകരിക്കുവാൻ സന്ദർഭം നൽകിയല്ലോ.
ദൈവത്തിനെ കേൾക്കുവാൻ അവസരം നൽകിയത് ഓർത്തും ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. തുടർന്ന് ഇവിടെ നടക്കുന്ന മീറ്റിങ്ങിൽ നിൻ്റെ സാന്നിധ്യം ഉള്ളതോർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ അതിശയകരമായിട്ടാണ് ദൈവം കഴിഞ്ഞ നാളുകൾ ഞങ്ങളെ വഴി നടത്തിയത്. ഇവിടെ ഒരു ദേവാലയം ഉണ്ടാകണം എന്നുള്ളതിനെക്കുറിച്ച് അന്ന് ഉണ്ടായിരുന്ന ആളുകൾ ആലോചിച്ചപ്പോൾ വേണ്ടുന്നതായുള്ള മാർഗദർശനം നീ നൽകിയല്ലോ. ചുരുങ്ങിയ ആളുകളെ കൊണ്ട് ആരംഭിച്ചതായിട്ടുള്ള ഒരു ചെറിയ ദേവാലയമായിരുന്നല്ലോ ഇവിടെ ഉണ്ടായിരുന്നത്. പട്ടക്കാരായ ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമില്ലായിരുന്നല്ലോ. വാടക വീട്ടിലൊക്കെ ആയിരുന്നല്ലോ അന്ന് പട്ടക്കാർ താമസിച്ചുകൊണ്ടിരുന്നത്. ഇത്ര മനോഹരമായിട്ടുള്ള ദേവാലയം ചമയ്ക്കുവാനായിട്ട് ഇതിന് മക്കളെ സഹായിച്ച കൃപയോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ പ്രദേശത്ത് ഇടവകയാൽ നടത്തുന്ന എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഗ്രഹിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് നല്ല ദീപങ്ങളായിട്ട് എരിഞ്ഞു ശോഭിപ്പാൻ നിന്റെ മക്കളെ വിളിച്ച് വേർപെടുത്തിയാക്കിയിരിക്കുന്ന കൃപയ്ക്കായും ഞങ്ങൾ സ്തുതിക്കുന്നു. തുടർന്നും ആ ഒരു ലക്ഷ്യബോധത്തോടെ പ്രവർത്തിപ്പാനായിട്ടൊക്കെ സഹായിക്കണമേ. സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനായിട്ടുള്ള ധാരാളം അവസരം ഇടവക അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ. അതും ശരിയായിട്ടുള്ള ഇതിൽ പ്രയോജനപ്പെടുത്തുവാൻ സംഗതിയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുകയും ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൽ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. എല്ലാറ്റിലും ദൈവത്തിൻ്റെതായുള്ള മഹത്വം അനുഭവിച്ചറിയാൻ സംഗതിയാക്കി തീർക്കണമേ. മശിഹാദംബരാന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു അച്ഛൻ. ഹരിതസേന കർമ്മ മീര വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചടങ്ങുകൾ തുടങ്ങുകയാണ്. സ്വാഗത പ്രസംഗത്തിനായി വികാരി റവറൻഡ് ഡോക്ടർ PY മാത്യു അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹിമയുണ്ടാകട്ടെ. അഭിവന്യ ഡോക്ടർ തിലോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനി, മുന്നിലായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് കളമശ്ശേരി ദേവാലയത്തിൻ്റെ ആദരവുകൾ സ്വീകരിപ്പാനായി വന്നു ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ആശാ വർക്കേഴ്സ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹരിതകർമ്മ സേന അംഗങ്ങൾ, അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സായി ഇവിടെ സ്റ്റേജിൽ സംസാരിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ശ്രീമതി ദീപ ഷമിൽ, ശ്രീമതി മീര കണ്ണൻ, നമ്മുടെ വജ്രജൂബിലി പ്രവർത്തനങ്ങളുടെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്ന അതിനായിരിക്കുന്ന പ്രൊഫസർ തോമസ് മാത്യു സാർ, ഗായക സംഘാംഗങ്ങൾ, ഇടവകയുടെ കൈസ്ഥാന സമിതി അംഗങ്ങൾ, സീനിയർ അംഗങ്ങൾ, യുവജനങ്ങൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ദൈവനാമത്തിൽ വീണ്ടും സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ. 1965 9 കുടുംബങ്ങളോടുകൂടെ ഒരു പ്രാർത്ഥനാ കൂട്ടമായി ആരംഭിച്ച കളമശ്ശേരി ദേവാലയം 66 ഇടവകയായി രൂപപ്പെട്ട് മെയ് 1 2026 മെയ് 1 ആകുമ്പോൾ 60 വർഷം പൂർത്തീകരിക്കുകയാണ്. ദൈവകൃപയുടെ 60 വർഷത്തെ നമ്മൾ അനുസ്മരിക്കുകയും സ്തുതി പറയുകയും ചെയ്യുന്ന ഒരു വർഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സ്ഥാപക ദിനത്തിലാണ് ഇന്ന് നമ്മളെല്ലാവരും ഒന്നു ചേർന്നിരിക്കുന്നത്. ഈ വർഷത്തെ ജൂബിലിയുമായി ബന്ധപ്പെട്ട് ആധ്യാത്മിക സാമൂഹിക രംഗങ്ങളുമായി, ഇടവകയുടെ പൊതുവികസനവുമായി ബന്ധപ്പെട്ട്, പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് നടത്തപ്പെടുന്നുണ്ട്. ചില പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ തുടർ പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ 10 വർഷമായി 20 വർഷമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് സർവീസ് ഇടവകയുടെ നേതൃത്വത്തിൽ നടക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണം ഈ വർഷം 1000 ഡയാലിസിസുകളും ക്യാൻസർ കിഡ്നി പേഷ്യൻസിനുള്ള സഹായ പ്രവൃത്തികളും കുറച്ചുകൂടെ ഊർജിതമായി ഈ ജൂബിലി വർഷത്തിൽ നടത്തപ്പെടുന്നുണ്ട്. അതിൻ്റെ ഇനാഗ്രേഷനും സമാപനവുമൊക്കെ നടത്തുന്നതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ ഇന്ന് സ്ഥാപക ദിനം കൊണ്ടാടുമ്പോൾ
ഞങ്ങളെ കഴിഞ്ഞ 40-60 വർഷക്കാലം ഇവിടെ നിലനിർത്തുന്നതിൽ ദൈവകൃപ വ്യാപരിച്ചതിനെ ഓർക്കുന്നതോടൊപ്പം സഭയുടെ പിന്തുണയും മെത്രാപ്പൊലീത്താമാരുടെയും എപ്പിസ്കോപ്പമാരുടെയും പിന്തുണയും നേതൃത്വവും ലഭിക്കുന്നതോടൊപ്പം വൈദികരുടെ നേതൃത്വം ലഭിച്ചതിനോടൊപ്പം ജനങ്ങളുടെ പ്രാർത്ഥനയും കരുതലും ചുറ്റുപാടും ലഭിച്ചതോടൊപ്പം ഈ പട്ടണത്തിൽ ഇങ്ങനെ ആരോഗ്യത്തോടും ദൈവകൃപയോടും ശുശ്രൂഷകൾ ജനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആശാ വർക്കേഴ്സിനെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിക്കുന്ന ഒരു അനുഗ്രഹീതമായ ഒരു ദിവസം കൂടെ ഇന്ന് വന്നു ചേർന്നിരിക്കുകയാണ്. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ 46 വാർഡുകളിലായി ഏകദേശം 42 ആശാ വർക്കേഴ്സ് സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ ആരോഗ്യ പരിപാലനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നുണ്ട്. ഭവന സന്ദർശനം, പെയിൻ ആൻഡ് പാലിയേറ്റീവ് സർവീസ്, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, മറ്റ് ധാരാളമായുള്ള മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശുശ്രൂഷകൾക്ക് ഈ ആശാ വർക്കേഴ്സ് വലിയ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. കളമശ്ശേരി സെന്റ് തോമസ് മാർത്തോമാ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പം മുമ്പ് പറഞ്ഞതുപോലെ കഴിഞ്ഞ 20 വർഷമായി നടക്കുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന് പറയുന്ന ശുശ്രൂഷ അത് നടക്കുന്നത് തന്നെ നമ്മുടെ ഈ പ്രിയപ്പെട്ട ആശാ വർക്കേഴ്സിൻ്റെ സഹായം കൊണ്ട് തന്നെയാണ്. അവരാണ് അതിനുള്ള ആളുകളെ കണ്ടുപിടിക്കുന്നതും സഹായങ്ങൾ എത്തിക്കുന്നതിലും ഇവിടുത്തെ വോളണ്ടിയേഴ്സിനോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ കളമശ്ശേരി ദേവാലയത്തോട് വളരെ അടുത്ത് നിൽക്കുന്നവരാണ് ഈ 46 വാർഡുകൾ പ്രവർത്തിക്കുന്ന ഈ 42 ആശാ വർക്കേഴ്സ്. അതോടൊപ്പം തന്നെയാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ. നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിൽ 63 ഹരിതകർമ്മ സേനാംഗങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് നമ്മുടെ ഈ ഹരിതകർമ്മ സേന അംഗങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകമായി മാലിന്യ ശേഖരണം, അതിൻ്റെ സംസ്കരണം, പ്രത്യേകിച്ച് ഭക്ഷ്യമാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ഈ മാലിന്യങ്ങൾ എന്നിവ ശേഖരിച്ച് അത് സംസ്കരിച്ച് നമ്മുടെ ഈ ഒരു പട്ടണത്തെ തന്നെ ശുചിത്വമുള്ളതാക്കി നിർത്തുന്നതിൽ വലിയ നേതൃത്വമാണ് അവർ നൽകിക്കൊണ്ടേയിരിക്കുന്നത്. രാവിലെ 6 മുതൽ തുടങ്ങുന്നതായുള്ള പ്രവൃത്തികൾ സന്ധ്യയും അതിനപ്പുറവും തുടരുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഈ അടുത്ത ദിവസം തന്നെ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി, കേരളത്തിലെ വേസ്റ്റ് കളക്ഷൻ കഴിഞ്ഞ 5 വർഷത്തിൽ 236% വർദ്ധിച്ചുവെന്ന്. 5 വർഷത്തിന് മുമ്പുണ്ടായിരുന്നതിൽ നിന്നും ഇന്ന് വേസ്റ്റ് കളക്ഷൻ്റെയും സംസ്കരണത്തിൻ്റെയും തോത് ഇറ്റ് ഇൻക്രീസ് അപ് ടു 236% കൂടിയെന്ന്. അതിനകത്ത് അത് എഴുതിയിട്ടുണ്ട്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവൃത്തിയാണ് അതിന് കാരണമാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ ഈ സമൂഹത്തിന് വളരെ ആദരവും വളരെയധികം പ്രയോജനകരവും സ്തുത്യർഹ്യവും ത്യാഗോജ്വലവുമായ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു ഭാഗം പ്രിയപ്പെട്ടവരെയാണ് വളരെ ബഹുമാനപൂർവ്വം ഈ ദേവാലയങ്ങളിലേക്ക് ഞങ്ങൾ സ്വീകരിച്ച് ഇന്ന് ഈ ആദരവുകൾ നൽകാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരെയും തന്നെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ഈ സമ്മേളനം മുഖ്യ സന്ദേശം നൽകി, ഈ ആദരവുകൾ നൽകി നമ്മെല്ലാം ബഹുമാനിക്കുന്നതിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. അഭിവന്യ തിരുമേനിയെ ഒരു വാക്കിൽ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 1949 അഷ്ടമുടിയിൽ ജനിച്ചതായുള്ള തിരുമേനി മാർത്തോമാ സഭയുടെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചിട്ട് 50-ൽ പരം വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. 1973 തിരുമേനി കശിഷായായി പട്ടത്ത പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത്. തുടർന്ന് 1989 മുതൽ മേൽപ്പെട്ട ശുശ്രൂഷ, മഹാപൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഭദ്രാസനങ്ങളിൽ തിരുമേനി മേൽപ്പെട്ടക്കാരനായി ഭദ്രാസന എപ്പിസ്കോപ്പയായി സഭാജനങ്ങൾക്ക് വലിയ നേതൃത്വം നൽകി. അത് കുന്നംകുളം, മലബാർ, തിരുവനന്തപുരം, കൊല്ലം, ചെന്നൈ, ബാംഗ്ലൂർ, മലേഷ്യ, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക, യൂറോപ്പ്,
മുംബൈ, റാന്നി, നിലയ്ക്കൽ, ഇപ്പോൾ നിരണം, മാരാമൺ ആഗോള സഭയ്ക്ക്, ലോകമൊക്കെയുമുള്ള സഭയ്ക്ക് ആത്മീയ ആചാര്യനായി നേതൃത്വം നൽകുകയാണ് അഭിമന്യ തിരുമേനി. 2020 മുതൽ നവംബർ മാസം 14 തീയതി മുതൽ മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനായി അഭിമന്യ തിരുമേനി പ്രവർത്തിക്കുകയാണ്. അഭിമന്യ തിരുമേനി സഭയ്ക്കും സമൂഹത്തിനും നൽകുന്ന നേതൃത്വം തിരുമേനിയുടെ നിലപാടുകളുടെയും ദർശനത്തിൻ്റെയും ഒക്കെ ഭാഗമാണ്. തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനത്തോടുകൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിയുന്നത് നിലപാടുകളുടെ കൃത്യതയും ദർശന സാക്ഷാത്കാരത്തിനുള്ള കർമ്മകുശലതയും ഒത്തുചേർന്ന ഒരു അനന്തസാധാരണമായ ഒരു വ്യക്തിത്വമാണ് മാർത്തോമാ സഭയുടെ മെത്രാപ്പോലിത്ത ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ എന്ന് പ്രത്യേകം പറയാൻ കഴിയും. തിരുമേനിയുടെ ആത്മകഥ അത് എഴുതുകയും അത് ഇപ്പോൾ പൊതുസമൂഹത്തിന് വേണ്ടി നൽകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ജീവിതം ഒരു അഭിഷേകം എന്നാണ്. തിരുമേനി തൻ്റെ ജീവിതത്തെയും തൻ്റെ ശുശ്രൂഷയെയും ദൈവത്തിൻ്റെ അഭിഷേകമായി കാണുകയും ആ അഭിഷേകത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് തിരുമേനിയുടെ പഠനവും എല്ലാം തന്നെ സമൂഹത്തിൻ്റെ മറ്റു മനുഷ്യരുടെ ആത്മാഭിമാനം ഉയർത്തുന്നതിനും അതിനുവേണ്ടിയുള്ള ലോകത്തിൽ നടക്കുന്ന പരിശ്രമങ്ങളെ പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. തിരുമേനി തൻ്റെ പഠനത്തിൽ പ്രധാനമായും കമ്പാരിറ്റീവ് റിലീജിയൻ, മറ്റു മതങ്ങളെക്കുറിച്ചാണ് പഠനമായി നടത്തിയിരിക്കുന്നത്. അതിനകത്ത് തന്നെ ശ്രീ നാരായണ ഗുരുദേവൻ്റെ ദർശനവും ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് മുരുക്കുംപുഴ എന്ന ഗ്രാമത്തിലെ ജനങ്ങളുടെയും ആ ഗ്രാമത്തിൻ്റെയും സമഗ്ര വികസനത്തിന് ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങൾ എങ്ങനെ കാരണമായി തീർന്നു എന്നാണ്, അതിൻ്റെ സ്വാധീനം എന്തുമാത്രമുണ്ട് എന്നാണ് തിരുമേനി പഠിക്കുകയും തീസിസ് സമർപ്പിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ സമൂഹത്തിലെ മനുഷ്യരോടുള്ള ബന്ധത്തിൽ, മറ്റു മതങ്ങളുമായുള്ള ബന്ധത്തിൽ സഭയെയും സമൂഹത്തെയും നയിക്കുന്നതിൽ ഉത്കൃഷ്ടമായ നേതൃത്വം നൽകുന്ന മെത്രാപ്പൊലീത്ത തിരുമേനിയാണ് നമ്മളോടൊപ്പമുള്ളത്. തൻ്റെ 50ാം പൗരോഹിത്യ ജൂബിലിക്ക് സഭ തിരുമേനിയുടെ നേതൃത്വം നൽകുന്നത് അഭയം എന്ന് പറയുന്ന ഹോം ഫോർ ഹോംലെസ് എന്ന് പറഞ്ഞ പ്രോജക്റ്റാണ്. 150 വീടുകളാണ് ഇപ്പോൾ പൂർത്തീകരിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ സ്തോത്ര ശുശ്രൂഷ ഉണ്ടായിരുന്നു. അതിൽ തിരുമേനി പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്: സുവിശേഷം അതിൻ്റെ യഥാർത്ഥ അർത്ഥം വെളിവാക്കുന്നത് കാരുണ്യ പ്രവർത്തികളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിലൂടെയാണ്. കാരുണ്യ പ്രവർത്തികൾ സുവിശേഷത്തിൻ്റെ ഭാഗമാണെന്നും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും സുവിശേഷ ദർശനമാണെന്നും തിരുമേനി കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപക ദിനത്തിൽ ഇടവകയെ മൊത്തമായും സ്ഥാപക ദിനത്തിൽ ഓർക്കുന്നതോടൊപ്പം ചുറ്റുപാടുകളുള്ള പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നതിന് വേണ്ടിയുള്ള ഈ വലിയ അവസരത്തിൽ പ്രധാന മുഖ്യാതിഥിയായി തിരുമേനിയെ സംബന്ധിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ സന്തോഷം നൽകുന്നതായ സംഗതിയാണ്. അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനിയെ ഏറ്റവും ആദരവോടുകൂടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ ഇടവകയുടെ മുൻ വികാരിമാരായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാർ നമ്മളോടൊപ്പം സംബന്ധിക്കുന്നുണ്ട്. അവരെയൊക്കെ തന്നെ മുമ്പേ ആദരിച്ചതാണ്. ബഹുമാനപ്പെട്ട PM എബ്രഹാം അച്ഛൻ നമ്മളോടൊപ്പം സംബന്ധിക്കുന്നു, പ്രത്യേകമായി സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട എബ്രഹാം തോമസ് അച്ഛൻ നമ്മളോടൊപ്പം സംബന്ധിക്കുന്നു, പ്രത്യേകമായ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട നൈനാൻ വർഗീസ് അച്ഛൻ നമ്മളോടൊപ്പം സംബന്ധിക്കുന്നു, പ്രത്യേകമായുള്ള സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ വജ്ര ജൂബിലി പ്രവർത്തനങ്ങളുടെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനും നമ്മുടെ ഇടവക അഭിമാനമാകുന്ന പ്രൊഫസർ M. തോമസ് മാത്യു സാറാണ്. സാറിനെ വളരെ സന്തോഷത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഈ ആദരവുകൾ നമ്മുടെ ഹരിത കർമ്മസേനാംഗങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായി സംസാരിച്ച് തിരുമേനിയിൽ നിന്നും അതിൻ്റെ ആദരപത്രങ്ങൾ സ്വീകരിക്കുന്നത്, അത് ഹരിത കർമ്മസേനയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്നത് ശ്രീമതി മീര കണ്ണൻ അവറുകളാണ്. ശ്രീമതി മീര കണ്ണൻ അവറുകളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആശാ വർക്കേഴ്സ് റെപ്രസെൻറ്റേറ്റീവായി ഇന്ന് ആദരവുകൾ സ്വീകരിച്ച് സംസാരിക്കുന്നത് ശ്രീമതി ബീന ഷമിൽ അവറുകളാവുന്നു. പ്രിയപ്പെട്ട ബീന ഷമിൽ അവരിനെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായിരിക്കുന്ന പ്രിയപ്പെട്ട ജസ്റ്റിൻ ജെ സാം അച്ഛൻ തിരുമേനിയുടെ ഷാപ്ലൈനായി പ്രവർത്തിക്കുന്നു. ഇന്ന്
രാവിലെ മുതൽ നമ്മളോടൊപ്പം സംബന്ധിക്കുകയും ശുശ്രൂഷ നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജസ്റ്റിൻ അച്ഛനെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘങ്ങൾ പ്രത്യേകമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഇടവക ചുമതലക്കാർ, കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും പ്രത്യേകമായി സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇന്ന് വന്നു ചേർന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ ആശാ വർക്കേഴ്സ് എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് വന്നു ചേർന്ന ഞങ്ങളുടെ ഹരിതകർമ്മ സേനാംഗങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. Thank you, Acha. It's a rare blessing to have the shepherd of our church with us today. മുഖ്യ പ്രഭാഷണത്തിനായി His Grace the Most Reverend Dr. Theodosius Martoma മെട്രോപൊളിറ്റനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്നെനിക്ക് വളരെയേറെ സന്തോഷമുള്ളതായുള്ളൊരു ദിവസമാണ്. രാവിലെ 7:30 ഇവിടെ വന്നു എന്നുള്ളത് മാത്രമല്ല, അന്ന് മുതൽ ആ സമയം മുതൽ ആരാധനയിലും തുടർന്നുള്ള ഈ മീറ്റിങ്ങിലുമൊക്കെ നല്ല പാട്ടുകളൊക്കെ പാടി സഹായിച്ചതല്ല ഗായക സംഘം ഇവിടെ ഉണ്ട് എന്നതാണ്. അല്പം നേരത്തെ ഈ മീറ്റിംഗ് തുടങ്ങാനായിട്ട് ഇടയായിട്ട് തീർന്നത് എൻ്റെ കുറ്റം കൊണ്ടാണ്. അതിന് മുമ്പുള്ള പ്രോഗ്രാമൊക്കെ ഞാൻ വളരെ വേഗത്തിൽ തീർത്തു. ഇവിടെ ഉണ്ടായിരുന്ന ആരാധനയൊക്കെ നീണ്ടുപോകാതിരിക്കണം എന്നത് എൻ്റെ ഒരു നിർബന്ധവും കൂടിയാണ്. അത് എന്നോട് സദയം ക്ഷമിക്കുക. അതുകൊണ്ടാണ് 3 പാട്ടുകൾ പിന്നെ ഒന്നുകൂടെ 4 പാട്ടുകൾ ഗായക സംഘം പാടേണ്ടതായിട്ട് വന്നത്. അതിൽ 3ാമത്തെ പാട്ട് വളരെയധികം പ്രയാസമുള്ളൊരു പാട്ടായിരുന്നു. എങ്കിലും അത് പാടുന്നതിനായിട്ട് ശ്രമിച്ചു. ഞാൻ താളമൊക്കെ തട്ടി അത് രസിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ അത് പെട്ടെന്ന് അങ്ങ് നിർത്തുകയും ചെയ്തു. ഇടവക ഗായക സംഘത്തെ നമുക്ക് ഒരിക്കൽ കൂടി അഭിനന്ദിക്കാം, നല്ല കൈ കൊടുക്കാം. ഇന്ന് ഈ ഇടവയുടെ 60ാമത് ഇടവ ദിനവും കൂടിയാണ്. 60 years. ഇവിടെ പല ആവർത്തി പറഞ്ഞതുപോലെ 9 കുടുംബങ്ങളുമായിട്ട് ആരംഭിച്ചതായിട്ടുള്ള ഈ ഇടവക ഈ 60 വർഷം കൊണ്ട് അത് 130 അതിലധികം കുടുംബങ്ങളുള്ള ഒരു ഇടവകയായിട്ട് എത്തുന്നു. ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി വളർന്നു വന്നു എന്നൊന്നും ഞാൻ പറയുകയില്ല, അങ്ങനെ കണക്കുകളൊന്നും ശരിയല്ല. എന്നാൽ വരാതിരുന്ന പല ആൾക്കാരെയും കണ്ടെടുത്ത് അവരെ കൂട്ടിക്കൊണ്ടു വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കാണാപോകനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറയുന്നത് അന്വർത്ഥമാക്കി തീർക്കുവാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു എന്നതാണ്. ദയവേത് ഇവിടെ ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ മാറുന്നത് എനിക്കിവിടെ നിന്നാൽ കാണാം. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിച്ചില്ലേ പിന്നെ എൻ്റെ ടോക്കൊക്കെ തീരും, ഞാൻ അവിടെ പോയിരിക്കും, പിന്നെ തോമസ് മാത്യു സാറ് പ്രസംഗിക്കും. അതുകൊണ്ട് ദയവേത് ഇങ്ങോട്ട് വേണം ശ്രദ്ധിക്കുവാനായിട്ട്. ഇന്ന് നമ്മളുടെ ഈ മീറ്റിങ്ങിൽ ആശാ വർക്കേഴ്സിനെയും ഹരിത കർമ്മസേന അംഗങ്ങളെയുമെല്ലാം പ്രത്യേകമായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് എന്നത് എനിക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു വസ്തുതയാണ്. ആദ്യമായിട്ടായിരിക്കും നിങ്ങളിങ്ങനെ ഒരു പള്ളിയിൽ വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു പള്ളി ഉണ്ട് എന്ന് തന്നെ അകത്ത് കയറിയപ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായത് എങ്ങനെയാണ് ഈ ഇതിനകത്തെ കാര്യങ്ങൾ എന്നത്. അത് ഒന്ന് കാണുവാൻ കൊണ്ട് നിങ്ങൾക്കിടയായി തീർന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. രണ്ടാമത്, ഈ സമൂഹത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആശാ വർക്കേഴ്സിനെയും ഹരിത കർമ്മസേന അംഗങ്ങളെയുമൊക്കെ അവരുമായിട്ടൊന്ന് ഇടപഴകി അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുന്നതിനും അവരെയൊക്കെ ഒന്ന് വിളിക്കുന്നതിനും ഇവിടെ വരണമെന്ന് പല ആവർത്തിയൊക്കെ പറയുന്നതിനും ഒക്കെ ശ്രദ്ധിച്ചതിലൂടെ ഈ ആളുകളുമായിട്ടുള്ളൊരു സോളിഡാരിറ്റി ഈ ഇടഭാഗങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരിചയമുണ്ടായിരിക്കാം, അത് നല്ല കാര്യം തന്നെ. എന്നാൽ കൂടുതൽ പരിചയം ഉളവാകുവാൻ്റെയൊക്കെയാണ് ഇത് സാധ്യമായിട്ട് തോന്നുന്നു. എന്നാൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അവരെ സെഗ്രിഗേറ്റ് ചെയ്ത് പ്രത്യേക ബെഞ്ചൊക്കെ കൊടുത്ത് ഇരുത്തിയെന്നുള്ള ചില ലോജിസ്റ്റിക് കൊണ്ടൊക്കെ അത് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. ഞാൻ ഓർത്തു പോയത്
ഞാൻ കർണാടകയിലെ സിർസി എന്നുള്ള ഇടവകയിൽ പോയതായിട്ടുള്ള അവസരത്തിൽ അവിടുത്തെ അച്ഛൻ ഈ കുർബാനയ്ക്ക് വരുന്നതായുള്ള അവസരത്തിൽ പ്രത്യേകമായിട്ട് ഒരു അനൗൺസ്മെൻ്റ് ചെയ്തു. അനൗൺസ്മെൻ്റ് ഇങ്ങനെയാണ്: നിങ്ങൾ ഈ ഇവിടെ നമുക്ക് തദ്ദേശീയരായിട്ട് വന്നിട്ടുള്ള ആളുകളുടെ ഇടയ്ക്കൊക്കെ കയറിയിരിക്കണം, ഇടപഴകിയിരിക്കണം, എന്നിട്ട് ഒന്നിച്ച് കുർബാന കൊള്ളുവാനായിട്ട് വരാവുള്ളൂ. ആരെങ്കിലും കുർബാന കൊണ്ടതിന് ശേഷം ഇനി മറ്റുള്ളവർ വരട്ടെ എന്ന് പറയുകയല്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരിക്കുന്നതായുള്ളൊരു അനുഭവം ഉണ്ടാകണം. അതിപ്പോൾ പള്ളിയിൽ ഇങ്ങനെ ദേവാലയത്തിൽ വന്നതായിട്ടുള്ള അവസരത്തിൽ നിങ്ങൾക്ക് ഇരിക്കാനായിട്ടുള്ള സീറ്റൊക്കെ ക്രമീകരിക്കേണ്ടി വന്നതുകൊണ്ട് ഇങ്ങനെ പറ്റിപ്പോയതായിരിക്കാം. നല്ല ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിപ്പാനായിട്ട് പോകുന്ന അവസരത്തിൽ അങ്ങനെ ആകരുത്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പേരുമൊക്കെ ചോദിക്കുകയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ആളുകളെ ഒരു കൂട്ടായ്മ ബന്ധത്തിലേക്ക് ചേർത്ത് കൊണ്ടുവരികയും ചെയ്യുന്നതായുള്ള അനുഭവത്തിലേക്ക് മുതിർന്നു വരുവാൻ തക്കവണ്ണം ഈ ഇടവയ്ക്ക് സാധ്യമായിട്ട് തീരണം. എൻ്റെ മുമ്പാകെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന്, 60 വർഷം പൂർത്തിയാകുന്നതായിട്ടുള്ള ഈ ഇടവയ്ക്കുള്ള ഒരു സന്ദേശം. രണ്ടാമത്, ആശാ വർക്കേഴ്സിനായിട്ടുള്ള ഒരു സന്ദേശം. മൂന്നാമത്, ഹരിത കർമ്മസേന അംഗങ്ങളോടുള്ളതായിട്ടുള്ളൊരു സന്ദേശം. ഇത് 3 ചെയ്യുന്നതിനായിട്ടാണ് ഞാൻ തുടർന്ന് ആഗ്രഹിക്കുന്നത്. ഇടവകയോടെ എനിക്ക് 4 കാര്യങ്ങൾ പറയുന്നതിനായിട്ടുണ്ട്. ഒന്ന്, ഇതൊരു കൃതജ്ഞതയുടെ യാത്രയാണ്. അതായത് 60 വർഷം കഴിഞ്ഞ് ഇനി 61ലേക്ക് കയറാൻ ഒക്കെയുള്ളൂ, 59 തിരികെ പോകാൻ ഒക്കത്തില്ല. അതുകൊണ്ട് മുമ്പോട്ട് പോയേ ഒക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി 61, 75, 100 ഇങ്ങനെയൊക്കെ പോകാനായിട്ട് ഒക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ യാത്ര എന്ന് പറയുന്നത് ദൈവസന്നിധിയിലുള്ള ദൈവത്തോടുള്ള കൃതജ്ഞതയുടെ ഒരു യാത്രയാണ്. ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ, നോട്ട് ബൈ അവർ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഇപ്രകാരം പല കാര്യങ്ങൾ സാധിച്ച് എടുക്കുവാൻ്റെ കൊണ്ടിടയായിട്ട് തീർന്നത്. വളരെയധികം പണവും സമയവും താലന്തും ഒക്കെ ചെലവഴിച്ചാണ് മനോഹരമായിട്ടുള്ള ദേവാലയം തന്നെ പൂർത്തീകരിച്ചത് എന്നെനിക്കറിയാം. അതുകൊണ്ട് വളരെയധികം അറ്റാച്ച്മെൻ്റ് ഈ ദേവാലയത്തോടും ഇവിടെയുള്ള എല്ലാ കർമ്മങ്ങളോടും ഉണ്ട് എന്നത് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിലൊക്കെ അപ്പുറമായിട്ട് ദൈവം തമ്പുരാൻ അനുവദിച്ചുകൊണ്ടും അതിനായിട്ട് നമ്മെ ശക്തീകരിച്ചുകൊണ്ടുമാണ് ഇത് ഇപ്രകാരമായി തീർന്നത് എന്നത് നമ്മളെല്ലാവരും ഓർക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ആശാ വർക്കേഴ്സും ഹരിത കർമ്മ സേന അംഗങ്ങളും ഒക്കെ ഇവിടെ ഇരിക്കുന്ന അവസരത്തിൽ എനിക്ക് നിങ്ങളെ ഓർപ്പിക്കുന്നതിനായിട്ടുള്ളത്, നിങ്ങൾക്ക് ജോലി കിട്ടി, അത് നല്ല കാര്യമാണ്. എന്നാൽ എത്രയോ ആളുകൾക്ക് ജോലി കിട്ടാതിരിക്കുന്ന ഒരു അവസരത്തിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടിയത് എന്ന് ഓർക്കുമ്പോൾ ദൈവത്തോടുള്ള കൃതജ്ഞതയോടുകൂടി അല്ലാതെ ഇവിടെ ഇരിക്കുന്നതിനായിട്ട് സാധിക്കില്ല. ഇത് ദൈവത്താൽ സാധ്യമായിട്ടുണ്ട്. ദൈവം എനിക്ക് ഒരു ആയുസ് തന്നു, ആയുസ് വിനിയോഗിപ്പാൻ്റെ കൊണ്ടുള്ള ഒരു സാഹചര്യവും ഇടയാക്കി തീർക്കുകയും ചെയ്തു. അതുകൊണ്ട് യഹോവ ഇത്രത്തോളം സഹായിച്ചു, ദൈവം ഞങ്ങളെ സഹായിച്ചു എന്ന് ദൈവസന്നിധിയിൽ പറയുന്നൊരവസരമായിട്ട് ഈ അവസരം തീരട്ടെ. രണ്ടാമത്, ദൈവകൃപയുടെ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ ഇടവക അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ജൂബിലി ആസ് എ സീസൺ ഓഫ് ഗ്രേസ്. 60 വർഷങ്ങൾ ആഘോഷിക്കുമ്പോൾ അത് വെറും ഒരു ഓർമ്മയുടെ ആഘോഷമല്ല, പിന്നെയോ നവീകരണത്തിൻ്റെയും പുതുക്കപ്പെടലിൻ്റെയും സ്തോത്ര സമർപ്പണത്തിൻ്റെയുമായിട്ടുള്ള ഒരവസരമാണ്. ദൈവത്തിന് ഇനിയും നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. എങ്ങനെയെന്നുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ദൈവസന്നിധിയിൽ മുറ്റുമേൽ നിൽക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഞങ്ങൾ ഇത്രത്തോളമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ചാരിയിരിക്കാനായിട്ട് സാധിക്കുന്നൊരവസരമല്ല. തീർന്നെങ്കിൽ ദൈവം എപ്പോഴേ വിളിച്ചുകൊണ്ട് പോയനെ. അതുകൊണ്ട് ദൈവമൊന്നും വിളിച്ചിട്ടില്ല, ഇവിടെ തന്നെ ആക്കിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇനിയുമുണ്ട് വളരെയധികം കാര്യങ്ങൾ നമ്മിൽ നിന്ന് ദൈവത്തിൽ നിന്നുള്ള പ്രതീക്ഷ എന്നത് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള അവസരമാണ്. മൂന്നാമത്, ഇതൊരു വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റിയാണ്, വേർഡ് സെൻറ്റേർഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ ആരാധനയ്ക്ക് വരുന്നതായിട്ടുള്ള അവസരത്തിൽ പഴയ നിയമത്തിൽ നിന്നുള്ള ഭാഗം വായിക്കും, പുതിയ നിയമത്തിൽ നിന്നുള്ള ഭാഗം വായിക്കും, ഏവെങ്കിലും വായിച്ച് കേൾക്കാനിടയാവും, ലേഖനം വായിച്ച് കേൾക്കാനായിട്ടിടയാവും. നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ വേദപുസ്തക അധിഷ്ഠിതമാണ് എന്നത് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ തിരിച്ചറിയുവാൻ കഴിയുന്നതായിട്ട് ഒന്നാണ്. അതുകൊണ്ട് ഒരു വേർഡ്സ് സെൻറ്റേർഡ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് നാം വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവത്തിൻ്റെ വചനം അതിനെ മുറുകെ പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. എന്നെ കേൾക്കുന്നതായിട്ടുള്ള ആശാ വർക്കേഴ്സും ഹരിത കർമ്മസേന അംഗങ്ങളും എല്ലാം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ദൈവത്താൽ ആണ് ഇതെല്ലാം സാധ്യമായി തീർന്നതെങ്കിൽ
ദൈവഹിതം തിരിച്ചറിയുവാൻ്റെ കാരണം നമുക്ക് ദൈവത്തോട് അടുക്കുവാനായിട്ട് നൽകപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം അടങ്ങിയതായിട്ടുള്ള പുസ്തകം, ദ സേക്രഡ് സ്ക്രിപ്ചർ, ഏതുമായിക്കൊള്ളട്ടെ, സേക്രഡ് സ്ക്രിപ്ചർ, അത് ദിനംതോറും വായിക്കുന്നതിനായിട്ടും ധ്യാനിക്കുന്നതിനായിട്ടും പഠിക്കുന്നതിനായിട്ടും നമുക്ക് സാധിക്കുന്നു. ജീവിതത്തെ പുതുക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തരുന്നത് അപ്രകാരം മാത്രമാണ്. അതുകൊണ്ട് ഈ ഇടവിലുള്ള മാതാപിതാക്കളോട്, ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ കാര്യമില്ല, കാരണം കുഞ്ഞുങ്ങളെല്ലാം മുതിർന്നതായിട്ടുള്ള ആൾക്കാരാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ, അവർക്ക് ചെയ്യേണ്ടത് നിങ്ങളൊരു ഉമ്മ കൊടുക്കുകയല്ല, വേദപുസ്തകത്തിനൊരു പ്രതി കൊണ്ട് കൊടുക്കണം. ഇത് നീ ദിനംതോറും വായിക്കണമെന്ന് പറയണം. വായിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കണം. വായിച്ചിട്ട് എന്താണ് മനസ്സിലാക്കിയത് എന്ന് ചോദിക്കണം. അതൊന്ന് എഴുതാനായിട്ടൊക്കെ പറയണം. ഇങ്ങനെയൊക്കെയാണ് ക്രിസ്ത്യൻ നർച്ചറിങ് സാധ്യമായിട്ട് തീരുന്നത്. അതുകൊണ്ട് വേർഡ് സെൻറ്റേഡ് കമ്മ്യൂണിറ്റിയാണ് എന്ന് ഞാൻ പറയുന്നതായിട്ടുള്ള അവസരത്തിൽ വിശ്വാസ ജീവിതം നയിക്കുവാനായിട്ട് ഇടയാവേണ്ടത് വചനാധിഷ്ഠിതമായിട്ടുള്ളൊരു ജീവിതത്തിലൂടെയാണ് എന്നത് മറക്കരുത്. നിൻ്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് വിളക്കും പാതയ്ക്ക് പ്രകാശമാകുന്നു എന്നത് സൂചിപ്പിക്കുന്നുവല്ലോ. ഫെയ്ത്ത് എക്സ്പ്രസ് ത്രൂ സർവീസ്, സേവനത്തിൽ പ്രകടമാകുന്നതായുള്ളൊരു വിശ്വാസമാണ് ഈ 60ാമത്തെ വർഷത്തിൽ ഈ ഇടവക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ഡയാലിസിസിന് അനേകം ആളുകളെയൊക്കെ കണ്ടുപിടിച്ച് നമ്മുടെ ആശാ വർക്കേഴ്സ് കൊടുക്കുന്നുണ്ട് എന്നത് അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. അവർക്ക് ഡയാലിസിസ് നൽകുവാൻ തൊക്കെയാണ് ഈ ഇടവക ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിലല്ലെങ്കിലും മറ്റൊരാളുടെ ജീവിതത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരുന്നു എന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കണം. ഈ നമ്മളുടെ സ്നേഹിതരെ എന്ന് ഇപ്രകാരം വിളിച്ച് കൂട്ടിയതിലൂടെ നമ്മളുടെ ഒരു പുതിയ ആരാധനാക്രമം നാം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ലിറ്റർജി ഇൻ ദ മാർക്കറ്റ്, അതാണ് നമ്മുടെ ഇപ്പോൾ സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. കാലം ചെയ്തതായുള്ള ഫിലിപ്പോസ് ക്രിസ്തോസം തിരുമേനി തിരുമേനിയെക്കുറിച്ച് എഴുതിയതായുള്ളൊരു പുസ്തകത്തിൽ തലക്കെട്ടാണ് മിഷൻ ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. മിഷൻ ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. ഈ മലയാളത്തിൽ ചന്ത എന്നൊക്കെ പറയുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമായിരിക്കത്തില്ല. എന്നാൽ അങ്ങനെയൊക്കെയുള്ള പ്രദേശം നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായുള്ള ഒന്നാണ്. അതിനെ നാം വെറുക്കേണ്ടതായുള്ള യാതൊരു കാര്യവുമില്ല. അതിനെ സ്വാഗതം ചെയ്യുകയാണ് ആവശ്യം. എന്നാൽ അവിടെ ദൈവസ്ഥാനത്തെ അനുഭവിപ്പാൻ, ദൈവത്തെ ആരാധിക്കുവാനൊക്കെ ഇടയായി തീർന്ന സന്ദർഭങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ടോ? ഈ ഇടവക അംഗങ്ങളെ സംബന്ധിച്ചോളം എനിക്ക് പറയുന്നതിനായിട്ടുള്ളത്, ദൈവസ്നേഹം എവിടെ പ്രശോഭിക്കുവാനൊക്കെ ഇടയായിട്ട് തീരുന്നു, അവിടെയാണ് ആരാധന സാധ്യമായിട്ട് തീരുന്നത്. അത് മാർക്കറ്റ് പ്ലേസിലുണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. സഭ ഈ ലോകത്തുള്ള ജനതയെ കാണുന്നതായിട്ടുള്ളൊരവസ്ഥയാണ്. അപരിചിതരായിട്ടുള്ള ആളുകളെ പരിചിതരായി തീർക്കുന്നതായിട്ടുള്ളൊരവസ്ഥയാണ്. ഇതാണ് ദൈവം നമ്മളുടെ പ്രതീക്ഷിക്കുന്നത്. ബിഫ്രണ്ട് ചെയ്യുന്നതിനായിട്ട് സാധിക്കണം. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ധ്യാനിച്ചതായുള്ള വേദഭാഗം എമ്മൗസിലേക്ക് യാത്ര ചെയ്തതായിട്ടുള്ള 2 ശിഷ്യന്മാർ യേശുവിനെ ക്രൂശിച്ചതായിട്ടുള്ള അവസരത്തിൽ വളരെ ഭയാനകമായിട്ടുള്ള സാഹചര്യത്തെയൊക്കെ കണ്ട് പേടിച്ചോടുന്നതായിട്ടുള്ള ആൾക്കാരാണ്. അവരോട് ചേർന്ന് ഒരു അപരിചിതൻ നടക്കുന്നു. ആ അപരിചിതനുമായിട്ട് കുർബാന കൊള്ളുവാനൊക്കെ ഇടയായിട്ട് തീരുന്നു. അല്ലെങ്കിൽ കുർബാനയുടെ സാഹചര്യമൊക്കെ ഓർമ്മിക്കൊക്കെ പെടുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്നു. നീ പോകണ്ട, ഞങ്ങളുടെ കൂടെ പാർത്തോ എന്ന് പറഞ്ഞ് സ്ട്രെയിഞ്ചറെ ബിഫ്രണ്ട് ചെയ്യുന്നു. കൂട്ടായ്മ ഫെലോഷിപ്പ് മീലിനായിട്ട് പോകുന്നു. ആ ഫെലോഷിപ്പ് മീലിൽ വെച്ച് അത് കർത്താവാകുന്നു എന്ന് തിരിച്ചറിയുന്നു. ആ സുവിശേഷം ഉടനെ തന്നെ യെരുശലേമിൽ മടങ്ങിപ്പോയി പറയത്തക്കോണം വളരെയധികം താല്പര്യത്തോടുകൂടി യാത്ര ചെയ്യുകയും ചെയ്യുന്നതായിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനൊക്കെ ഇടയായിട്ട് തീരുന്നുണ്ട്. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യയാണ് എന്നത് തിരുവേദനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായുള്ള വസ്തുതയാണ്. ഇന്ന് മെയ് ദിനമാണ്, തൊഴിലാളികളുടെ ദിനമാണ്. എന്താണ് തൊഴിലാളികളുടെ ദിനത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത്? ഒന്ന്, സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യേണ്ട ടൈം ലിമിറ്റ്. ഈ വെട്ടമുള്ള സമയത്ത് മുഴുവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നതായുള്ളൊരു ക്രമത്തിൽ നിന്നാണ് 8 മണിക്കൂർ 10 മണിക്കൂർ ജോലി ചെയ്യുന്നതായുള്ളൊരു ക്രമത്തിലേക്ക് നാം മാറിയത്. ആ ജോലിക്ക് അനുസൃതമായുള്ള വേതനം ലഭിക്കുക എന്നത് അടിസ്ഥാന ജീവിതത്തിൻ്റെ ആവശ്യമായിട്ട് വരികയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂലിക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനാണ് എന്നത് ദൈവത്തിന് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ നാം ഇടപെടുന്നതല്ല എല്ലാ രംഗങ്ങളിലും അപ്രകാരമുള്ള ഒരു നീതിപൂർവമായുള്ള ഇടപെടൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ഈ വളരെയധികം അതിഥി തൊഴിലാളികൾ നിറഞ്ഞതായുള്ളൊരു സാഹചര്യമാണ്
കേരളത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് എന്നത് നാം മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്ത എന്താണ് എന്നത് തിരിച്ചറിയേണ്ടതായുള്ള ആവശ്യകതയുണ്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ചയോളം ഈ അതിഥി തൊഴിലാളികൾ ബംഗാളിൽ വോട്ട് ചെയ്യുന്നതിനായിട്ട് പോയതായിട്ടുള്ള അവസരത്തിൽ കേരളം നിശ്ചലമായിട്ട് തോന്നുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ചില ജോലിയൊക്കെ ചില ആളുകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുകയും അതിനെ അന്തസ്സോടുകൂടി കാണുവാനായിട്ട് കഴിയാത്തതായൊരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നത് മാൻമെയ്ഡാണ്, ഹ്യൂമൻ മെയ്ഡാണ്. അങ്ങനെയല്ല, അന്തസ്സോടുകൂടി എല്ലാ ജോലിയും എവിടെയും ചെയ്യുന്നതിനായിട്ട് സാധ്യമായിട്ട് തീരണമെന്നതാണ് ഡിഗ്നിറ്റി ഓഫ് ലേബർ കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ സ്നേഹിതർ എല്ലാവരും ഒരുമിച്ച് ഇവിടെ ചേർന്ന് വന്നിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ആശാ വർക്കേഴ്സിനെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിക്കുവാനായിട്ട് ഈ ഇടവക ഇന്ന് താല്പര്യപ്പെട്ടു എന്നതിൽ ഹൃദയപൂർവ്വം ഞാൻ ഈ ഇടവകയെ അഭിനന്ദിക്കട്ടെ. കാരണം ഈ സഭയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ധാരാളമായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ചൊരു ഉത്തരം പറയുവാൻ പറ്റിയതായുള്ള സന്ദർഭമാണ് ഇത്. സഭ ഈ ലോകത്തിൽ ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ആക്കപ്പെട്ടിരിക്കുന്നത്. എങ്കിൽ ദൈവരാജ്യ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന വ്യക്തികളായിട്ടും ദൈവരാജ്യ മൂല്യങ്ങളിലേക്ക് മാനവ സമൂഹത്തെ നയിക്കുന്നവരായിട്ടും തീരുക എന്നത് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാകുന്നു. തൊഴിൽ നൽകപ്പെടുന്ന സാഹചര്യവും വിശ്രമം ലഭിക്കുന്നതായുള്ള സാഹചര്യവും അതേ അവസരത്തിൽ തന്നെ തക്കതായുള്ള വേതനം ലഭിക്കുന്നതായുള്ള സാഹചര്യം എല്ലാം സൃഷ്ടിക്കപ്പെടുവാനായിട്ട് നമുക്കിടയായിട്ട് തീരുമെന്നാണ് ഈ കാലഘട്ടത്തിലൂടെ നമ്മെ പഠിപ്പിച്ചതായിട്ടുള്ള വസ്തുത. അതുകൊണ്ട് ഇപ്രകാരം ഈ ആശാ വർക്കേഴ്സിനെയും കർമ്മസേന അംഗങ്ങളെയും ഒക്കെ ഹരിത കർമ്മസേനാംഗങ്ങളെയൊക്കെ ആദരിക്കുന്നതായുള്ള അവസരം ഇതൊരു സാധാരണ പരിപാടിയായിട്ട് എഴുതി തള്ളുവാനായിട്ടിടയാവരുത്. ഈ സ്നേഹബന്ധം അരക്കിട്ടുറപ്പിക്കുവാനായിട്ടാണ് സാധിക്കേണ്ടത്. വീണ്ടും വീണ്ടും ഇവിടെ വരണം. നിങ്ങളുടെ പള്ളിയിൽ വരുവാനായിട്ട് താല്പര്യമുണ്ട് എന്നത് പറയണം. ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കുവാനിടയാവണം. നിങ്ങളിലൂടെ ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നത് അവരോട് പറയണം. ദൈവത്തിൻ്റേതായുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയണം. സമൂഹത്തിന് മധ്യത്തിൽ നീതിപൂർവമായുള്ള ഇടപെടലുകൾ നടത്തുവാൻ തക്കവണ്ണം സാധ്യമായി തീരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ സെൻറ്റ് തോമസ് മാർത്തമ ഇടവക കളമശ്ശേരിയിലുള്ളത് എന്ന് പറയുന്നതിനായിട്ട് സാധിക്കണം. അവിടെയാണ് ഈ സഭയുടെ ദൗത്യത്തെ എനിക്ക് മനസ്സിലാക്കാനായിട്ടിടയാവുന്നത്. അതിനൊരു മാതൃക ഈ ഇടവക കാട്ടി എന്നുള്ളതിൽ ഈ ഇടവകയെ ഞാൻ അഭിനന്ദിക്കുന്നു. സഭ അതിൻ്റെ ദൗത്യത്തിൽ ഒരു സജീവമായിട്ടുള്ള പ്രകടനമായിട്ട് ഇതുകൊണ്ട് മാറുകയാണ്. സമൂഹത്തിന് നന്മയ്ക്കായി നിശബ്ദമായി പലപ്പോഴും അംഗീകാരം ലഭിക്കാത്തതായിട്ടുള്ള ആളുകളെ അംഗീകരിക്കുന്നതിലൂടെയും അവരെ ആദരിക്കുന്നതിലൂടെയും എല്ലാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ഉയർത്തിപ്പിടിക്കുവാൻ ഇടയായിട്ട് തീരുന്നു എന്നത് മറക്കുവാനായിട്ട് ഇടയാവരുത്. ആശാ വർക്കേഴ്സിനോട് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞതായിട്ടുള്ള ഡിഗ്നിറ്റി ഓഫ് ലേബർ, നൽകപ്പെടുന്നതായിട്ടുള്ള ജോലി എന്തു തന്നെയാണെങ്കിലും അത് അന്തസ്സോടുകൂടി ധൈര്യമായിട്ട് ഉൾക്കാഴ്ചയുള്ളവരായിട്ട് നിർവഹിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഇടയായിട്ട് തീരണം. നിങ്ങൾ വീടുകൾ കടന്നു ചെന്ന രോഗികളെയും ഗർഭിണികളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ പരിചരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അതൊരു ജോലിയേക്കാൾ ഉപരിയായിട്ട് ദൈവികമായുള്ള ശുശ്രൂഷയാണ് എന്ന് കാണപ്പെടുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരണം. ജീവൻ പരിരക്ഷിക്കുക എന്ന് പറയുന്നതും ജീവൻ നിലനിർത്തുക എന്ന് പറയുന്നതും ദൈവികമായിട്ടുള്ള പ്രവർത്തനമാണ്. അതിലാണ് പങ്കാളിത്തം നിങ്ങൾ വഹിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമില്ല. എന്നാൽ നിങ്ങളുടെ മനസ്സിലെ സംശയങ്ങളെല്ലാം മാറ്റി ഈ ദൈവിക ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണമാണ് ദൈവം നിങ്ങളെ അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് വരുന്നതിനായിട്ട് ഇടയായിട്ട് തീരണം. പലപ്പോഴും അനേക വെല്ലുവിളികളുടെയും ക്ഷീണിതരായി തീരുന്നതായുള്ള സാഹചര്യങ്ങളുടെയൊക്കെ മധ്യത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് സംശയമില്ല. എന്നാൽ ഈ അപ്രകാരമുള്ള പ്രയാസ സാഹചര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിനായിട്ടും സഹനത്തിൻ്റേതായുള്ള പാതയിൽ മുന്നേറുന്നതിനായിട്ടും നിങ്ങൾക്ക് ഇടയായിട്ട് തീരുന്നതിലൂടെയാണ് നിങ്ങളുടെ സമർപ്പിതമായുള്ള സേവനം സമൂഹം ആദരിക്കുന്നത് എന്നതുകൂടി ഓർത്തിരിക്കേണ്ടതാണ്. നിങ്ങളുടെ സമൂഹത്തിൻ്റെ ആദരവ് പിടിച്ചു പറ്റുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഇന്ന ജോലിയുണ്ട്, ഇന്ന ശമ്പളമുണ്ട്, അല്ല ഇന്ന ഇടത്താണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നതിൽ മാത്രമല്ല, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ജീവനെ കാക്കുവാൻ, ജീവനെ ആദരിക്കുവാൻ, ജീവനെ മാനിക്കുവാൻ ഒക്കെ ഇടയായിട്ട് തീരുന്നു എന്നത്
ഉറക്കെ പറയുവാൻ കൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾ സഹായമായിട്ട് തീരണം എന്നത് ഓർമ്മിപ്പിക്കട്ടെ. സമൂഹത്തിൻ്റെ ആരോഗ്യത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നതായുള്ള എല്ലാ ആശാ വർക്കേഴ്സിനെയും ഇവിടെ കൂടിയിരിക്കുന്നതായുള്ള എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്നതായുള്ള മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പേരിൽ ഞാൻ ആദരിക്കുകയും എല്ലാ ആശംസകളും ഞാൻ നിങ്ങൾക്ക് നേരുകയും ചെയ്യുന്നു. ഹരിത കർമ്മസേന അംഗങ്ങൾ, ഇവിടെ സംസ്കരണം എന്നുള്ള വാക്കൊക്കെ നിങ്ങളെ സ്വാഗതം ചെയ്തതായുള്ള അവസരത്തിൽ ഉപയോഗിക്കണ്ടായി. നിത്യ ചൈതന്യ യതിയാണ് പറഞ്ഞത്, ഗുരു നിത്യ ചൈതന്യ യതിയാണ് പറഞ്ഞത്. പ്രോസസ്സിംഗ് ആണ് എല്ലാം. ശവസംസ്കാരം എന്ന് പറയുന്നത് സംസ്കാരമാണ്. നിങ്ങൾ മാലിന്യം എന്ന് പറയുന്നതിനെയൊക്കെ നിങ്ങൾ തുടച്ച് മായച്ച് കളയുന്നതായിട്ടുള്ള അവസരത്തിൽ അതിനെ എടുത്ത് കളയുകയല്ല, പിന്നെയോ അത് വേറൊന്നാക്കി രൂപാന്തരപ്പെടുത്തുവാനായിട്ട് സഹായിക്കുകയാണ് എന്നത്രേ ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ ഈ ലഞ്ചിന് പോകുന്ന അവസരത്തിൽ തന്നെ തിരുത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അപ്രകാരം ഒരു സംസ്കരണം നടക്കുന്നതായാലും ഒരു പ്രോസസ്സിങ്ങിൽ നിങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദൈവികമായുള്ള പദ്ധതിയിൽ നിങ്ങൾ പങ്കുകാരായിട്ട് തീരുകയാണ് എന്നത് ഓർക്കേണ്ടത്. മാലിന്യം മാറ്റിയില്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാകും? മാലിന്യം മാറ്റിയില്ലെങ്കിൽ അവിടെ എലിയുണ്ടാവും, അവിടെ കോക്രോച്ചസ് ഉണ്ടാവും, അവിടെ ദുർഗന്ധമുണ്ടാവും, മനുഷ്യന് ജീവിക്കാൻ കഴിയാത്തതായുള്ള ഇടമുണ്ടാകും. പല സന്ദർഭങ്ങളിലും ഇങ്ങനെ മാലിന്യം കുമിച്ചു കൂട്ടിയതായിട്ടുള്ള അവസരത്തിൽ പലപ്പോഴും ഫ്ലൈറ്റൊക്കെ നിർത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഈ ജനങ്ങളുടെ മധ്യത്തിൽ വളരെയധികം എപ്പിഡമിക്സ് ബാധിക്കുവാനായിട്ട് ഇടയായെത്തുന്നതായുള്ള സാഹചര്യം. എന്നാൽ എന്നാൽ ആരോഗ്യത്തിന് സഹായമായുള്ള രീതിയിൽ അതിനെ പ്രോസസ്സ് ചെയ്യുന്നതായുള്ള ഒരു പ്രവർത്തനത്തിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നത് എന്നത് മനസ്സിലാക്കുമ്പോൾ അവിടെയാണ് ദൈവസാന്നിധ്യം അനുഭവിക്കാനിടയാകുന്നത്. ദൈവം തൻ്റെ കരുത്തിൽ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ടിടയാകുന്നത്. അതുകൊണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്കായി, മനുഷ്യൻ്റെ നന്മയ്ക്കായി, മനുഷ്യ ജീവിതത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ചെയ്യുന്നതായുള്ള പ്രവർത്തനം തീർച്ചയായിട്ടും വളരെ ഉദാത്തമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് എന്നത് ഞാൻ ഈ അവസരം ഓർക്കട്ടെ. കാൽബാർത്ത് എന്ന് പറയുന്നതായിട്ട് ഒരു ദൈവശാസ്ത്രജ്ഞൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: മറ്റുള്ളവർക്ക് ഉപകാരമാകേണ്ട പ്രവർത്തനങ്ങളെയാണ് ശരിയായ പ്രവർത്തനം എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കുന്നത്. മറ്റുള്ളവർക്ക് സഹായമായിട്ട് തീരണം, ഉപകാരപ്രദമായിട്ട് തീരണം, എങ്കിലാണ് നമ്മളുടെ പ്രവർത്തനങ്ങൾ സഹായമായി തീരുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന ഹരിത കർമ്മസേന അംഗങ്ങളെല്ലാം ഞാൻ ഈ അവസരം അനുമോദിക്കുകയും ദൈവം നിങ്ങളുടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അറിഞ്ഞ് നിങ്ങൾ സന്തോഷിപ്പാനായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലം ഈ സമൂഹം മനസ്സിലാക്കി സമൂഹം നിങ്ങളെ ആദരിക്കുന്നതിനായിട്ട് ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ആശംസകളും ഞാൻ ഈ അവസരം നേരുകയും ചെയ്യുന്നു. Thank you, Tirumeni, for that, highlighting the church's solidarity with the community. Sorry, Tirumeni, I was not over. I thought so. Thank you. Thank you, Tirumeni, once again for helping us to realize the Church's solidarity with the community for the 60 years, and the Asha workers and the Haritha Sena Karma workers. Both Tirumeni specifically said, ദൈവിക ശുശ്രൂഷയാണെന്നും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നും പ്രോസസ്സ് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള ഗുണങ്ങളാണ് നിങ്ങൾ ചെയ്യുന്ന പദ്ധതികൾ, നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ആദരവോടുകൂടി ഞങ്ങൾ എല്ലാവരും നിങ്ങളെ സ്വീകരിക്കുന്നു. താങ്ക് യു. വജ്ര ജൂബിലി ആഘോഷ പരിപാടികളുടെ കൺവീനറായ പ്രൊഫസർ എം തോമസ് മാത്യു സാറിനെ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. അഭിവന്ദ്യ മെത്രാപ്പൊലീത്ത തിരുമേനി, വേദിയിലുള്ള ആദരണീയരായ വൈദിക ശ്രേഷ്ഠർ, കളമശ്ശേരിയിലെ ആശാവർക്കർമാർ, ഹരിത സേനാംഗങ്ങൾ, ഈ ഇടവകയിലെ ആദരണീയരായ അംഗങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. കളമശ്ശേരി സെയിൻറ്റ് തോമസ് ഇടവക വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ വളരെ സന്തോഷത്തോടും
അഭിമാനത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എത്രയോ എളിയ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇന്നത്തെ ഈ വലിപ്പത്തിലേക്ക് കളമശ്ശേരി ഇടവക വളർന്നത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഈ ഇടവക ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്ന കാലം മുതൽ ഞാനിവിടെ ഉണ്ടായിരുന്നു. വളരെ ചെറിയ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വളർച്ചയുടെ ഒരു ചിത്രം എൻ്റെ മനസ്സിലെപ്പോഴുണ്ട്. ഈ ഇടവക രജത ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ പ്രസിദ്ധീകരിച്ച ഒരു സോവനറിൻ്റെ ചുമതല എനിക്കുണ്ടായിരുന്നത് കൊണ്ട് പഴയ മിനിറ്റ്സ് പരിശോധിക്കാൻ എനിക്കൊരു അവസരമുണ്ടായിരുന്നു. ആ മിനിറ്റ്സിൽ ഒരിടത്ത് വളരെ കാര്യമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വൃത്താന്തം കളമശ്ശേരി ഇടവകയുടെ കൈസ്ഥാന സമിതി വളരെ ഗാഢമായ പരിചിന്തനത്തിന് ശേഷം 4 തഴപ്പ വാങ്ങിക്കാൻ തീരുമാനിച്ചു എന്നാണ്. ആ അവസ്ഥയിൽ നിന്നാണ് ഈ അവസ്ഥയിലേക്ക് കളമശ്ശേരി ഇടവക വളർന്നത്. ഈ വളർച്ച ഏത് തരത്തിലുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ ഫലമാണ് എന്ന് ആലോചിക്കുന്ന ഒരു അവസരമാണല്ലോ ജൂബിലി ആഘോഷം എന്ന് പറയുന്നത്. ദൈവം ചൊരിഞ്ഞ കൃപ എന്താണ്? ആ കൃപ എങ്ങനെയാണ് ഇടവക സ്വീകരിച്ചത്, അതിനോട് പ്രതികരിച്ചത് എന്ന് നന്ദിയോടുകൂടി, നന്ദി എന്നാണോ കൃതജ്ഞത എന്ന വാക്കാണോ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്, ആലോചിക്കുന്ന ഘട്ടമാണ്. തീർച്ചയായും ആധ്യാത്മിക ജീവിതത്തിന് ഈ പള്ളിക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു സംവിധാനം മാത്രമല്ല, സമൂഹത്തിലേക്ക് വ്യാപിക്കുന്ന ഒരു തലം കൂടിയുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും, ദൈവികമായ എല്ലാ അനുഗ്രഹങ്ങളും അനുഗ്രഹിക്കപ്പെട്ടവന് വേണ്ടിയുള്ളതല്ല, ഈ ലോകത്തിന് അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള അടിസ്ഥാന വിശ്വാസത്തിലാണ് ക്രൈസ്തവ സഭ പ്രവർത്തിക്കുന്നത്. ഒരിടവക അതിൻ്റെ സാക്ഷ്യം അർത്ഥവത്തായി നിർവഹിച്ചു എന്ന് അറിയുന്നത് ഈ സമൂഹം എങ്ങനെയാണ് ഈ ഇടവകയുടെ സാന്നിധ്യത്തെ അറിയുന്നത് എന്ന് നോക്കിയിട്ടാണ്. തീർച്ചയായിട്ടും രചിക്കേണ്ടതില്ലാത്ത ഒന്നാണ് ചരിത്രം നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ വലിയ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കളമശ്ശേരിയിലെ ഹരിത സേനാംഗങ്ങളെയും ആശാവർക്കർമാരെയും കൂട്ടിവരുത്തുകയും ആദരിക്കുകയും അഭിനന്ദിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭം നമുക്കറിയാം. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം 2 മുദ്രാവാക്യങ്ങളോടെ നിറഞ്ഞതാണ്. എവിടെ ചെല്ലുമ്പോഴും നമ്മൾ കാണുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ നിരീക്ഷണത്തിലാണ് എന്നെഴുതിയിരിക്കുന്നതാണ്. നിങ്ങൾ നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഈ ഇടവക ഇത്തരമൊരു പരിപാടി ആരംഭിക്കുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ മനുഷ്യരെ വിശ്വസിക്കുന്നു, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ വിശ്വസിക്കുന്നു, മനുഷ്യൻ്റെ കർമ്മങ്ങളും അതിൻ്റെ സദ്ഫലങ്ങളും ആധ്യാത്മിക ജീവിതത്തിന് അന്യമല്ല എന്ന് പറയലാണ്. രണ്ടാമത് നമ്മൾ കാണുന്ന ഒരു ചിത്രം അകലം സൂക്ഷിക്കുക എന്നതാണ്. എവിടെ ചെല്ലുമ്പോൾ കാണുന്ന അകലം സൂക്ഷിക്കുക എന്നാണ്. സഭ അകലം സൂക്ഷിക്കുന്ന സഭയല്ല, ചേർത്ത് പിടിക്കുന്ന സഭയാണ്. ഈ ഇടവക ഇവിടെ ഉള്ള എല്ലാ സമൂഹത്തെ, എല്ലാ ജനതയെയും, ഏത് കർമ്മരംഗത്ത് വ്യാപിക്കുന്നവരെയും ചേർത്ത് പിടിക്കുന്നതിന്
അവരുടെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്നതിന് ആദരിക്കുന്നതിന് ശ്രമിക്കുന്നു എന്നതാണ് ഈ പരിപാടിയുടെ പ്രധാനമായ ഒരു മുഖം. അവിടെയാണ് ആധ്യാത്മികത ആരംഭിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിന് ആവശ്യമായ ബലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രാർത്ഥനയല്ല, പ്രാർത്ഥന കൊണ്ട് ഞാൻ എങ്ങനെ പെരുമാറുന്നു, എൻ്റെ ജീവിതകർമ്മത്തിൽ എന്ത് മാറ്റമുണ്ടായി എന്നാണ് പ്രധാനം. ഈ ഇടവക അതിൻ്റെ ആരാധന കൊണ്ടും അതിൻ്റെ പ്രാർത്ഥനകൾ കൊണ്ടും അതിൻ്റെ കൂട്ടായ്മകൾ കൊണ്ടും ഈ സമൂഹത്തിൽ വലിയ സാക്ഷ്യം നിർവഹിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ആളുകളെ ചേർത്ത് പിടിക്കുകയും അവരുടെ കർമ്മ പരിപാടികളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. നിങ്ങളാണ് ഈ പ്രദേശത്തിൻ്റെ ആരോഗ്യം പരിപാലിക്കുന്നവർ. നിങ്ങളാണ് ഈ അന്തരീക്ഷത്തിലെ പ്രാണവായു ശുദ്ധമായിരിക്കാൻ കരുതുന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ഞങ്ങളതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഈ വലിയ പ്രവർത്തനങ്ങൾ എത്ര ആത്മാർത്ഥതയോടുകൂടി, എത്ര നിസ്വാർത്ഥതയോടുകൂടി, എത്രമാത്രം സമർപ്പണ ബുദ്ധിയോടുകൂടി നിങ്ങൾ നിർവഹിക്കുന്നു എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന പ്രധാനമായ കാര്യം. ആ സ്വാർത്ഥതയില്ലായ്മയെ, ആ അർപ്പണബുദ്ധിയെ നിങ്ങൾ പരമാവധി ആദരിക്കുകയും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശത്തിന് വലിയ അനുഗ്രഹങ്ങളായി തീരുവാൻ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ സാക്ഷ്യവും നിങ്ങളുടെ കർമ്മ പരിപാടികളും സഹായകരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. Thank you, sir, for highlighting the inclusiveness of the church and the community. Music is the language of the soul. സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ ആത്മസന്താനമാണ് നമ്മുടെ ജൂബിലി ഗാനം എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. നമ്മുടെ ഇടവാംഗമായ ചാക്കോ തോമസ് പുകുടിയിൽ രചന നിർവഹിക്കുകയും ഗായക സംഘാംഗങ്ങളായ ഡെറിൻ തോമസ് സംഗീതം നൽകുകയും ഗോഡ്വിൻ ജിയോ സാബു പശ്ചാത്തല സംഗീതം നൽകുകയും ചെയ്തു. ഈ മധുരിത ഗാനം നമ്മുടെ ചർച്ച് ക്വയർ ആലപിക്കുന്നു. ഡയമണ്ട് ജൂബിലിയുമായിട്ട് എഴുതി രചിച്ച പാട്ടാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മളെല്ലാവരും അതിൻ്റെ ഭാരവാഹികളാണ്. ഇൻക്ലൂസീവ്നെസ്. താങ്ക് യു. അനുഗമനിത്യം ഉൾക്കാമ്പിലൂറി അല്പത്തിലേ താരമങ്ങേരി കളമശ്ശേരി തന്നിലെ ഉപ്പായി മാറി. കളമശ്ശേരി തന്നിലെ ഉപ്പായി മാറി. തളരേതും കൃപയ്ക്കാൻ തുഴയേതും കൃപയ്ക്കാൻ സ്തുതിച്ചിടാം നാം. തളരാതെ നിത്യം ബലമേകും കൃപയ്ക്കാൻ ദൈവം കൃപയ്ക്കാൻ കീർത്തിച്ചിടാം നാം നിറവായി നിലവും. ഭൂവിൽ പുളിയായ നാഗരെ പിൻപറ്റി ദാസർ നാം ചെറുതിരികളായി നിന്നെ. ഭൂവിൽ പുളിയായ
ശക്തിയായി മിന്നി ആരുത ശബ്ദം ഏറിയ കൃപയ്ക്കായി സ്തോത്രത്തിൻ പല്ലവി പാടി സ്തുതിച്ചിടാം. ഹൃദയിന്നോളം ഒഴുകും ഈശനെ വാഴ്ത്തിടാം സകലം. കടലേകം കൃപയ്ക്കായി തുണയേകം കൃപയ്ക്കായി സ്തുതിച്ചിടാം നാം തളരാതെ നിത്യം. ബലമേകം കൃപയ്ക്കായി ദയയേകം കൃപയ്ക്കായി കീർത്തിച്ചിടാം നാം നിറവായി ദിനവും. ദിനവും കൈത്താങ്ങായി രോഗിക്കു ശാന്തിയാം തൈലവുമായി. ദരിദ്രന ദിനവും കൈത്താങ്ങായി രോഗിക്കു ശാന്തിയാം തൈലവുമായി. അവശന് അഭയമാവേണോമായി ശ്രീമാതോമസിൻ നാമമുള്ളാലെ കൃപാവരത്തിൻ കളമായി തീർന്ന പിതാവിനു മഹത്വം. യേശുവിൻ സ്നേഹം അകതാരിലേറി അനുകമ്പ നിത്യം ഉൾക്കാമ്പിലൂറി. അല്പത്തിലേറെ ദാനമങ്ങേകി കളമശ്ശേരി തന്നിലെ ഉപ്പായി മാറി. കളമശ്ശേരി തന്നിലെ ഉപ്പായി മാറി. കടലേകം കൃപയ്ക്കായി തുണയേകം കൃപയ്ക്കായി സ്തുതിച്ചിടാം നാം തളരാതെ നിത്യം. ബലമേകം കൃപയ്ക്കായി ദയയേകം കൃപയ്ക്കായി കീർത്തിച്ചിടാം നാം നിറവായി ദിനവും. കീർത്തിച്ചിടാം നാം നിറവായി ദിനവും. Thank you, choir, for that. കളമശ്ശേരിയുടെ ഉപ്പായി തീരാൻ നമ്മൾ തീരുമാനിച്ചതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പാടിയതിനായിട്ട് നന്ദി. ആൻഡ് ഡെഫിനറ്റ്ലി ഞങ്ങളുടെ ടാലൻറ്റുകളിൽ, അതായത് ഞങ്ങൾ രചന ചെയ്തതും എഴുതിയതും പാടിയതും സംഗീതം വെച്ചതും ഒക്കെ ഞങ്ങളുടെ ആൾക്കാർ തന്നെ. അപ്പോൾ അതിനൊരു കയ്യടി ഒന്ന് കൊടുത്തേ. അത് തന്നെ, ദാറ്റ്സ് ഗുഡ്. താങ്ക് യു. താങ്ക് യു, choir. കളമശ്ശേരി നഗരത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്നതും ഈ സമൂഹത്തോട് ചേർന്ന് കഴിഞ്ഞ 60 വർഷങ്ങൾ നമ്മൾ ജീവിച്ചു വളർന്നു. വജ്ര ജൂബിലി ആഘോഷത്തിൻ്റെ ഈ സുദിനത്തിൽ നമ്മുടെ സമൂഹത്തിലെ നിശബ്ദ പോരാളികളെ ആദരിക്കാൻ ഇടവകയായി ആഗ്രഹിക്കുന്നു. പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനും നഗരത്തിൻ്റെ ശുചിത്വത്തിനും ആശാ വർക്കർമാരും ഹരിതസേനാ കർമ്മ അംഗങ്ങളും നൽകുന്ന വിലമതിക്കാനാവാത്ത സേവനങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയ അഭിവാദ്യങ്ങൾ. സെന്റ് തോമസ് മർത്തോമ ഇടവക കളമശ്ശേരി ആദരപത്രം. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ആശാ വർക്കറായി സേവനമനുഷ്ഠിക്കുന്നവർക്കുള്ള ആദരപത്രം. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ അരോഗമായ പൗരജീവിതത്തിന് ആശാ വർക്കർമാർ അനുഷ്ഠിക്കുന്ന സേവനം സമാനതകൾ ഇല്ലാത്തതാണ്. ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് അറിവ് പകരാനും രോഗാവസ്ഥകളിൽ സാന്ത്വനം പകരാനും പകർച്ചവ്യാധികൾക്കെതിരെ പ്രതിരോധം ചമയ്ക്കാനും നിങ്ങൾ സദാ ജാഗരൂകരാണെന്നത് ഞങ്ങൾ അറിയുന്നു. ആ സേവനങ്ങളെ ആദരപൂർവ്വം കൊണ്ടാടുന്നു. മഹത്തായ ഈ സേവനത്തിനും കർമ്മസന്നദ്ധതയ്ക്കും മുന്നിൽ കളമശ്ശേരി സെന്റ് തോമസ് മർത്തോമ ഇടവക വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിൽ കൃതജ്ഞതാഭരിതമായ ഹൃദയത്തോടെ ഞങ്ങൾ നിങ്ങളെ നമിക്കുന്നു. സെന്റ് തോമസ് മാർത്തോമ ഇടവക കളമശ്ശേരി ആദരപത്രം. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മ സേനാംഗമായി
സേവനമനുഷ്ഠിക്കുന്ന താങ്കൾക്ക് സമർപ്പിക്കുന്ന ആദരപത്രം. കളമശ്ശേരിയുടെ ശുചിത്വ സങ്കല്പത്തിൻ്റെ പ്രത്യക്ഷ സാക്ഷ്യമായി പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേനയിലെ അംഗം എന്ന നിലയ്ക്ക് താങ്കൾ അനുഷ്ഠിക്കുന്ന നിസ്തുലമായ സേവനങ്ങളെ ആദരവോടും കൃതജ്ഞതയോടും കൂടി ഞങ്ങൾ സ്മരിക്കുന്നു. മാലിന്യമുക്തമായ കേരളം എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി തീർക്കാൻ ഹരിതകർമ്മസേന അക്ഷീണം പരിശ്രമിക്കുന്നത് കാണുകെ ഞങ്ങൾ സന്തോഷിക്കുന്നു. കളമശ്ശേരിയുടെ അഭിമാനമാണ് ഹരിതകർമ്മസേന. മഹത്തായ ഈ സേവനത്തിനും കർമ്മസന്നദ്ധതയ്ക്കും മുന്നിൽ കളമശ്ശേരി സെന്റ് തോമസ് മർത്തോമ ഇടവക വജ്രജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിൽ കൃതജ്ഞതാഭരിതമായ ഹൃദയത്തോടെ ഞങ്ങൾ നിങ്ങളെ നമിക്കുന്നു. ആശാവർക്കർമാർക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുമുള്ള ഉപഹാരങ്ങളും ആദരപത്രവും സമർപ്പിക്കുന്നതിനായി അഭിവന്യ തിരുമേനിയെ ആദരവപൂർവ്വം ക്ഷണിക്കുന്നു. ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി ദീപ ഷാമിൽ, ശ്രീമതി സന്ധ്യ സജി, ശ്രീമതി മീര കണ്ണൻ, മിസ്റ്റർ സുനിൽ MK എന്നിവരെയും ക്ഷണിക്കുന്നു. മുഴുവൻ ആശാവർക്കർമാരും ഹരിതകർമ്മ സേനാംഗങ്ങളും തൽസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഉപഹാരങ്ങളും ആദരപത്രവും സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മുഴുവൻ ആശാവർക്കർമാരും ഹരിതകർമ്മ സേനാംഗങ്ങളും തൽസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഉപഹാരങ്ങളും ആദരപത്രവും സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തിൽ തൊഴിലാളിയുടെ മഹത്വം അംഗീകരിച്ചുകൊണ്ട് ആദരപൂർവ്വം ചടങ്ങിൽ സംഘടിപ്പിക്കുന്നത് അവസരം കിട്ടിയതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. Today is May Day, May 1st, a day where we recognize the labor. Each one of you, whatever we do it for the grace of God. ഓരോ വ്യക്തികളെയും ഓരോരുത്തർക്കായിട്ട് കൊടുത്ത് അംഗീകരിച്ചുകൊണ്ട് ആദരപത്രവും സമ്മാനങ്ങളും നൽകുന്നു. മറുപടി പ്രസംഗത്തിനായി ആശാ വർക്കർമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് Thank you Tirumeni for presenting them with these awards. മറുപടി പ്രസംഗത്തിനായി ആശാ വർക്കർമാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീമതി ദീമ ഷാമിലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, Your attention, please. ഞാനിവിടെ നിൽക്കുന്നത് നമ്മൾക്ക് ഇന്ന് ആശാ വർക്കറിൻ്റെ മറുപടി പ്രസംഗം തുടങ്ങാൻ പോവുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും നമ്മളുടെ ഗിഫ്റ്റും സർട്ടിഫിക്കറ്റും ഒക്കെയും ലഭിക്കുന്നതായിരിക്കും. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, കൂട്ടുകാരെ, ഇന്ന് ആശാപ്രവർത്തകരായ ഞങ്ങൾക്ക് നൽകിയ ഈ സ്നേഹാദരവിനും അംഗീകാരത്തിനും പ്രത്യേകം ഞങ്ങളുടെ എല്ലാ ആശാമാരുടെ പേരിലും ഞാൻ നന്ദി പറയുന്നു. കൂടാതെ ഞങ്ങളുടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ രോഗികൾക്കുള്ള വിവിധതര കാര്യങ്ങളും ഞങ്ങൾക്ക് ഇവിടുന്ന് ചെയ്തു തരുന്നുണ്ട്. അതും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. തുടർന്നും ഞങ്ങൾക്ക് പിന്തുണയും നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി. താങ്ക് യു. ഹരിതകർമ്മ സേനാംഗമായ ശ്രീമതി മീര കണ്ണനെ മറുപടി പ്രസംഗത്തിനായി ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളോട് ആദ്യം തന്നെ ഈശ്വരൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ഈ ചർച്ചിൻ്റെ ഭാരവാഹികളോട് ആദ്യമേ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. ഞങ്ങൾ ഈ കളമശ്ശേരി നഗരസഭയിൽ എന്നല്ല 2017 ഹരിതകർമ്മസേന അംഗം ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം 24-20 ആർട്ടിക്കിൾ അനുസരിച്ചാണ് ഹരിതകർമ്മസേന കളമശ്ശേരി നഗരസഭയിൽ പ്രവർത്തിക്കുന്നത്. അതുമുതൽ ഇന്ന് വരെ ഞങ്ങൾ 63 അംഗങ്ങളാണ് ഈ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതിൽ ഞങ്ങൾ വനിതകളുണ്ട്, പുരുഷന്മാരുണ്ട്. വളരെ ഐക്യത്തിലും സന്തോഷത്തോടും കൂടി തന്നെയാണ് ഞങ്ങൾ ഈ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇത്രയും നല്ലൊരു വേദിയിൽ ഇങ്ങനെ ഒരു ആദരവും അംഗീകാരവും തന്നതിന് ആദ്യമേ തന്നെ ഈ ചർച്ചിലുള്ള എല്ലാ അധികാരികളോടും ഞങ്ങൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു, നന്ദിയും രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ ജോലിയുടെ ഒരു സ്വഭാവം, ഞങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം എല്ലാ വീടുകളിൽ നിന്നും ഫുഡ് വേസ്റ്റ് എടുക്കുകയും മാസത്തിൽ 2 പ്രാവശ്യം പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഏത് മഴയായാലും വെയിലായാലും ഞങ്ങൾ അതൊന്നും വകവയ്ക്കാതെ തന്നെയാണ്, ശാരീരിക വിഷമതകളൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കാതെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഓരോരുത്തരും ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു അംഗീകാരവും, അതുപോലെ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വേർതിരിവില്ലാതെ നിങ്ങളിൽ ഓരോരുത്തരായി ഞങ്ങളെ കാണുവാനും എല്ലാ അംഗീകാരങ്ങൾ തന്നതിന് ആദ്യമേ സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിലും ഞങ്ങൾ ഓരോരുത്തരും നന്ദിയുള്ളവരാണ്. ഇനിയും ഈ ഒരു സഹകരണം ഞങ്ങൾക്ക് തരണമെന്ന് വളരെ വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. ശരിക്കും ഇത്രയും ഡീറ്റെയിൽസ് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെല്ലാം എന്നും കാണുന്നവരും കൂടിയാണ്. അപ്പോൾ ആ ഇൻക്ലൂസീവ്നെസ് ഞങ്ങളുടെ ഹൃദയത്തിലും ഉണ്ട്. നമ്മൾ തമ്മിൽ എപ്പോഴും തിരുമേനി ഇപ്പോൾ പറഞ്ഞ പോലെ കൈകോർത്ത് മുന്നോട്ട് പോകാം, നഗരത്തിൻ്റെ നന്മയ്ക്കും നമ്മുടെ ഓരോരുത്തരുടെ നന്മയ്ക്കും. താങ്ക് യു സോ മച്ച്, ബോത്ത് ഓഫ് യു. As a token of our deep love and respect, we now present a memento to His Grace, our beloved Metropolitan Tirumeni. I request our trustees, Mr. Mohan Jacob and Mr. Matthew M. George, to come forward to present the token of love.
Thank you, Tirumeni. Thank you, trustees. I now invite Mr. M.V. Varghese, convener of the Diamond Jubilee celebrations, to propose the vote of thanks. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി, ബഹുമാനപ്പെട്ട ഇടവവികാരി റവറൻഡ് ഡോക്ടർ പി.വൈ. മാത്യു അച്ഛൻ, ആദരണീയരായ ഇടവകയുടെ മുൻ വികാരിമാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികൾ, പ്രിയപ്പെട്ട ആശാ വർക്കേഴ്സ്, ഹരിത കർമ്മസേനാംഗങ്ങൾ, ഇടവാംഗങ്ങൾ, സഹോദരങ്ങൾ, ഏവർക്കും സ്നേഹവന്ദനം. ഇടവകയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് മെയ് 1, സ്ഥാപക ദിനം. ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന ഇടവക ഈ സ്ഥാപക ദിനത്തിൽ ആദരപൂർവം എന്ന പ്രത്യേക പരിപാടിയിൽ കൂടി ഇടവകയിലെ മുൻ വികാരിമാരെയും ഭാരവാഹികളെയും കളമശ്ശേരിയിലെ ആശാ വർക്കേഴ്സിനെയും ഹരിത കർമ്മ സേനാംഗങ്ങളെയും ആദരിക്കുന്ന ഈ സമ്മേളനം ഭംഗിയായി നടത്തുവാൻ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി ആദ്യമായി സ്തോത്രം കരയറ്റുന്നു. ദൈവകൃപയുടെ 60 വർഷം പിന്നിട്ട ഈ ജൂബിലി ആഘോഷവേളയിൽ ഇടവകയുടെ ഭൗതികവും ആത്മീയവുമായ വളർച്ച മാത്രമല്ല, സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കി ഇടവകയ്ക്ക് കഴിയാവുന്നത്ര പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുവാൻ ഇടവക എന്നും പരിശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ തിരുമേനിയൊക്കെ പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ തോമസ് മാത്യു സാറ് പറഞ്ഞതുപോലെ അകലെ നിൽക്കുകയല്ല. ഈ മാർത്തോമാ സഭയുടെ ദൗത്യം ചേർത്തു പിടിക്കുന്ന ദൗത്യമാണ്. അത് ഇടവകയിൽ കൂടി ഈ പ്രദേശത്ത് വ്യാപിക്കുവാൻ കാരണമായ ഒരു പദ്ധതിയാണ് ഈ ആശാ വർക്കേഴ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളായ ഹരിത കർമ്മസേനകളെയും ആദരിക്കുന്ന ഈ ചടങ്ങ്. നമുക്കറിയാം, നമ്മുടെ ഈ ജൂബിലി വർഷത്തിൽ അനേകം പ്രോഗ്രാമുകൾ ഇവിടെ അച്ഛൻ പ്രസ്താവിക്കുകയുണ്ടായി, വികാരി അച്ഛൻ പ്രസ്താവിക്കുകയുണ്ടായി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ഞങ്ങൾ ഈ പെയിൻ ആൻഡ് പാലിറ്റീവിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആശാ വർക്കേഴ്സൊക്കെ ചെയ്യുന്ന സപ്പോർട്ട് മറക്കുവാൻ സാധിക്കത്തില്ല. കിടപ്പ് രോഗികൾ, ഒരുപാട് പ്രയാസപ്പെടുന്ന നിർധനായ രോഗികൾ, അവരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കൂട്ട് വരുന്നത് ഈ ആശാ വർക്കേഴ്സാണ്. അവരാണ് ഞങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇടവക ഈ ജൂബിലി വർഷത്തിൽ ഡയാലിസിസ് രോഗികൾക്ക് അതിനും ആളെ കണ്ടുപിടിക്കുവാനും അവർക്ക് വേണ്ട സഹായം എത്തിക്കുവാനും ഞങ്ങൾ പറയും, ഇന്ന രോഗിയുണ്ട് അവിടേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഈ ആശാ വർക്കേഴ്സാണ്. അപ്പോൾ നമ്മുടെ സമൂഹമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു അവരുടെ പ്രവർത്തനമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ ഇവിടെ ഇടവകയിൽ നമ്മൾ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുകയുണ്ടായി, ബോധവൽക്കരണം. ഇടവകയെ സംബന്ധിച്ചോളം നമുക്കറിയാം, സമൂഹത്തെ സംബന്ധിച്ചോളം മയക്കുമരുന്ന് കാർന്നു തിന്നുന്ന ഒരു വിപത്തായി മാറിയിരിക്കുകയാണ് നമ്മുടെ യുവാക്കളുടെ ഇടയിൽ. ഇടവക അതിന് ഈ വർഷം നേതൃത്വം നൽകി. അതിന് അവയർനെസ് പ്രോഗ്രാം നമ്മൾ ഇവിടെ നടത്തുകയുണ്ടായി. ഇന്ന് ആദരപൂർവം എന്ന പരിപാടിയിൽ കൂടി ജനങ്ങളുടെ ആരോഗ്യത്തിനും ശുചിത്വത്തിനും കൈത്താങ്ങാകുന്ന ആശാ വർക്കേഴ്സ്, ഹരിത കർമ്മസേനകളെ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ട്. പലപ്പോഴും ശ്രദ്ധിക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ജോലി നിർവഹിക്കുന്ന, നമ്മുടെ സമൂഹത്തിന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ജോലി നിർവഹിക്കുന്ന ഇവരെ പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ പെടാറില്ല. അവരുടെ താൽക്കാലികമായ സേവനങ്ങൾക്ക് തക്ക അംഗീകാരം ലഭിക്കാത്തത് ഒരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇവരെ സമീപിച്ചപ്പോൾ ഇടവക ജൂബിലി വർഷത്തിൽ എടുത്ത വലിയൊരു തീരുമാനമാണ് ഇങ്ങനെയുള്ള ആശാ വർക്കേഴ്സിനെയും ഹരിത കർമ്മസേനയെയും ആദരിക്കുക എന്നത്. അവരുടെ അടുത്ത് ചെന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ ശ്രീമതി മീരാക്കണ്ണൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിയോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്ക് ഇങ്ങനെ അവരെ ചേർത്ത് പിടിക്കുവാൻ തക്കവണ്ണം ഈ ജൂബിലി വർഷത്തിൽ 60 വർഷം ദൈവം ഞങ്ങളുടെയൊക്കെ കൃപ ചെയ്ത് അനുഗ്രഹിച്ചു. 9 കുടുംബങ്ങളായി തുടങ്ങിയ ഈ പള്ളി ഇന്ന് 350-ൽ പരം ഇടവാംഗങ്ങളും 1000-ൽ പരം കുടുംബാംഗങ്ങളും 1000-ൽ പരം ഇടവാംഗങ്ങളുമുണ്ട്. തീർച്ചയായിട്ടും ഒന്നിച്ചു നിൽക്കുമ്പോൾ അതിൻ്റെ സൗന്ദര്യം വളരെ മനോഹരമാണ്.
അതിനാലാണ് ഈ ജൂബിലി വർഷത്തിൽ ആദരപൂർവ്വം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഈ പ്രത്യേക പരിപാടിയിലൂടെ അവരുടെ അമൂല്യ സേവനങ്ങളെ നമ്മൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. ഞാൻ അധികം മുഖവരിയായി നീട്ടുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. എൻ്റെ കർത്തവ്യം, പ്രധാനപ്പെട്ട കർത്തവ്യം, നിങ്ങളെ നിങ്ങളോരോരുത്തരോട് നന്ദി പറയുകയാണ്. ആദ്യമായി ഇന്ന് ഇടവകയിൽ ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത് ഞങ്ങളുടെ സഭയുടെ പരമാധ്യക്ഷൻ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ സാന്നിധ്യമാണ്. തിരുമേനിയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ തിരുമേനി സന്തോഷ പുരസ്സരം ഇത് ഇങ്ങോട്ട് വരണമെന്നുള്ള ഞങ്ങൾ കൈസ്ഥാന സമിതിയായിട്ട് തീരുമാനമെടുക്കുകയും അച്ഛൻ തിരുമേനെ അറിയിപ്പിച്ചപ്പോൾ ഞങ്ങൾ ഈ ജൂബിലി വർഷത്തിൽ ഒരുപാട് പ്രോഗ്രാംസ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്രോഗ്രാമിന് വേണ്ടി മാത്രമല്ല, എന്തെങ്കിലും ഒരു നന്മ അതിൻ്റെ പുറകിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രോഗ്രാമൊക്കെ ഈ ജൂബിലി വർഷത്തിൽ ഞങ്ങൾ ചെയ്തത്. അപ്പം തിരുമേനി ഞങ്ങൾ ഇത് ഈ സാപക് ദിനത്തിൽ കൊണ്ടുവരണം. ഈ ആശാ വർക്കേഴ്സിനെയും അതുപോലെ തന്നെ ഹരിത കർമ്മസേനയും ആദരിക്കുന്ന ചടങ്ങിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഏറ്റവും വലുത് ഞങ്ങളുടെ പരമാധ്യക്ഷനാണ്. അപ്പം നിങ്ങളോടുള്ള സ്നേഹം അത്ര വലുതാണ്. ഈ ഹരിത കർമ്മസേനയോടും അതുപോലെ തന്നെ ആശാ വർക്കേഴ്സിനുള്ള സ്നേഹം മാത്രം. അതുകൊണ്ടാണ് തിരുമേനിയുടെ സാന്നിധ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടത്. തിരുമേനി വളരെയധികം സന്തോഷത്തോടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിക്കുകയും ഇന്ന് ഈ ഇടവക സന്ദർശിക്കുകയും എല്ലാ വിധമായ തിരുമേനിയോട് പ്രസംഗത്തിൽ പറയുകയുണ്ടായി, നേരത്തെ തന്നെ എത്തിച്ചേർന്നു. ഞങ്ങളുടെ കുർബാനയൊക്കെ നേരത്തെ തന്നെ അത് തീർത്തു, ഇതിനു വേണ്ടി ഒരുക്കി എല്ലാം ചിട്ടയോട്. തിരുമേനിയുടെ ഗൈഡൻസ് എല്ലാ ഇടവകൾക്കും വലിയ അനുഗ്രഹമാണ്. തിരുമേനിയുടെ കാഴ്ചപ്പാട് ഏറ്റവും വലുതാണ്. നിങ്ങളുടെ പ്രസംഗത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ആ വലിയ കാഴ്ചപ്പാടിനെ പറ്റിയൊക്കെ തിരുമേനി പ്രസംഗിച്ചത്. അപ്പൊ തിരുമേനിയുടെ ആ വലിയ ഗൈഡൻസ് മാർത്തോമാ സഭയെ സംബന്ധിച്ചോളം ഇങ്ങനെയുള്ള യോഹന്നാൻ മാർത്തോമാ മെത്രാപ്പൊലീത്ത തുടങ്ങിയുള്ള മെത്രാപ്പൊലീത്തമാര് ഭവനരഹിതർക്ക് ഭവനം കൊടുക്കുന്ന പദ്ധതി, അങ്ങനെ ഒരുപാട് പദ്ധതികൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഈ തിരുമേനിയുടെ സാന്നിധ്യം നമുക്കെല്ലാവർക്കും അനുഗ്രഹമാണ്. തിരുമേനിയുടെ ആശംസകൾ നമുക്ക് അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ സന്തോഷം തിരുമേനിയോട് അറിയിക്കുകയാണ്. അതോടൊപ്പം സമയം കണ്ടെത്തി തിരുമേനിയോട് ഞാൻ തിരുവല്ലായിൽ സംസാരിച്ച തിരുമേനി പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ വരും, ഞാൻ തലേ ദിവസം തന്നെ എത്തും, ഒരു ദിവസം ഇവിടെ ഉണ്ടാകും. വളരെ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ് നമുക്ക്. തിരുമേനിയോട് എല്ലാ ആദരവോടും എല്ലാ ബഹുമാനത്തോടും ഈ ഇടവകയുടെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന ആശാ വർക്കേഴ്സ് എല്ലാവരുടെയും പേരിൽ, ഇടവക ഒന്നടങ്കം എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അർപ്പിക്കും. അടുത്തതായി ഞങ്ങളുടെ വികാരി അച്ഛനാണ് റവറൻഡ് ഡോക്ടർ പി.വൈ. മാത്യു അച്ഛൻ. ഞങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ മുൻ വികാരിമാരിപ്പുണ്ട്. തക്ക സമയത്ത് തക്കതായ ലീഡറിനെ ദൈവം ഞങ്ങൾക്ക് തന്നു എന്നുള്ളതാണ്. ഈ ജൂബിലി വർഷത്തിൽ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമാണ് ഈ ഇടവകയ്ക്ക്. അതായത് തക്ക സമയത്ത് ജൂബിലിയുടെ ഓരോ കാര്യങ്ങൾ, ഇടവകയുടെ ഓരോ പ്രവർത്തനങ്ങൾ, ഭൗതികമായിട്ട് വിഷയങ്ങൾ. ഇവിടെ ഞങ്ങൾക്ക് കാർ പാർക്കിംഗ് ഒന്നുമില്ല, അപ്പുറത്തെ സ്ഥലം കണ്ടെത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിന് അച്ഛൻ നേതൃത്വം നൽകി. സെമിത്തേരിയുടെ വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് പരിഹരിക്കുവാൻ അച്ഛൻ മുൻകൈയെടുത്തു. അതുപോലെ ഭൗതികമായി മാത്രമല്ല ആത്മീയമായിട്ട് വളർച്ചയ്ക്ക് ഒരു ഇടവകയിലൊക്കെ ചുരുക്കമാണ് വേദപുസ്തകം. ഞങ്ങളുടെ വേദപുസ്തകം നിങ്ങളിപ്പോൾ ഹിന്ദുക്കളൊക്കെ ഉണ്ട് പാരായണം, അതുപോലെ തന്നെ രാമായണമൊക്കെ പാരായണം. ഈ വേദപുസ്തകം ഇവിടെ വന്ന് എല്ലാവരും ഇടവകയിലെ എല്ലാ അംഗങ്ങളും വന്ന് അത് വായിക്കുക എന്നുള്ള വലിയ 9 ദിവസം കൊണ്ട് നിന്നെടുക്കുന്ന പരിപാടി. ഇതിനൊക്കെ ആശ്രയം ചെയ്ത അച്ഛനാണ്. ഞാൻ പറഞ്ഞത് 1-2 കാര്യങ്ങൾ പറഞ്ഞു സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അച്ഛൻ്റെ നേതൃത്വം ഈ ഇടവകയ്ക്ക് ഏറ്റവും അനുഗ്രഹമാണ്. അച്ഛനെ കൂടുതൽ ദൈവം ശക്തിയും ബലവും നൽകി ഈ ജൂബിലി വർഷത്തിൽ അടുത്തുള്ള പ്രോഗ്രാമുകളൊക്കെ വളരെ ഭംഗിയോടെ നിർവഹിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. അതോടൊപ്പം ഇടവകയുടെ ഭൗതിക വളർച്ചയ്ക്കും അച്ഛൻ്റെ തീരുമാനങ്ങളും ഒക്കെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകാൽ ആശിക്കുകയാണ്. അച്ഛനോട് എല്ലാ സ്നേഹാദരവും കൂടി ഇടവകയുടെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കും. നമ്മുടെ മുൻ വികാരിമാർ, ഞങ്ങളുടെ മുൻ വികാരിമാരെ നിങ്ങൾ കണ്ടോ, 10-14 ആൾക്കാരുണ്ട്. രണ്ട് ഞങ്ങളുടെ അച്ഛന്മാർ ബിഷപ്പുമാരായി മാറി ഈ പള്ളിയിൽ സേവനമനുഷ്ഠിച്ച തീത്തോസ് തിരുമേനിയും അതുപോലെ ബർണബാസ് തിരുമേനിയും. അതുപോലെ ഇന്ന് പല അസൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പല അച്ഛന്മാർക്കും സമയത്തിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 9 അംഗങ്ങൾ തുടങ്ങി ഓരോ കാലഘട്ടത്തിലുള്ള ഉയർച്ച, ദൈവം അവർക്ക് കൊടുത്ത ഗൈഡൻസ്,
ഒന്നും ഓരോന്നോരോന്ന് പ്രസ്താവിക്കുവാൻ ഇവിടെ സമയം ഞാൻ എടുക്കുന്നില്ല. ഇന്ന് ഈ കാണുന്നതായ ദേവാലയവും ഇതിൻ്റെ പ്രവർത്തനവുമൊക്കെ ഇവർ അടിസ്ഥാനമിട്ട ആ കല്ലുകളിൽ ഞങ്ങൾ പണിതാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞങ്ങളുടെ മുൻ വികാരി അച്ഛന്മാരെ പറ്റി അഭിമാനമുണ്ട്. അവരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. ഇവിടെ വിഷമങ്ങളൊക്കെ സഹിച്ച് ഈ സമയത്ത് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മുൻ വികാരി അച്ഛന്മാരോടുമുള്ള ഇടവേട നാമത്തിലുള്ള ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിലുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഭാരവാഹികൾ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. 10-12 വർഷം വർക്ക് ചെയ്തവരുണ്ട്. ഈ ഇടവയ്ക്ക് ചുമതല വഹിച്ചവരുണ്ട്. അതുപോലെ വീടും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ ഇടവയുടെ പ്രവർത്തനങ്ങൾ അച്ഛന്മാരോടൊപ്പം തന്നെ പ്രവർത്തിച്ച ആൾക്കാരാണ്. ഇവരെ ഇന്ന് ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ആ ആദരിക്കുന്ന ചടങ്ങിൽ മിക്കവാറും എല്ലാ ആൾക്കാരും ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ അവരെ കൃത്യസമയത്ത് തന്നെ അവരെ പ്രായമൊന്നും വകവെക്കാതെ ഇവിടെ എത്തിച്ചേർന്ന് ഈ ആദരവിൽ പങ്കെടുക്കുകയും അത് അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷങ്ങളായി മാറുകയും ചെയ്തു. പ്രത്യേകിച്ച് മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ സാന്നിധ്യം അവർ ഓരോരുത്തരോടുമുള്ള ഇടവേട നാമത്തിലുള്ള ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിലുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഇനി നമ്മുടെ തോമസ് മാത്യു സാറാണ്. തോമസ് മാത്യു സാറിൻ്റെ ഗൗരവമായ പ്രസംഗങ്ങളൊക്കെ നമ്മളിവിടെ കേട്ടു. നമുക്ക് എത്ര ഈ ഇടവയ്ക്ക് സംബന്ധിച്ചുള്ള ഏറ്റവും അഭിമാനിക്കാവുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് പ്രൊഫസർ തോമസ് മാത്യു സാറ്. തോമസ് മാത്യു സാറിൻ്റെ ഗൈഡൻസ് എപ്പോഴും ഈ ഇടവയ്ക്ക് വലിയ ഒരു നന്മയായി തീർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളൊക്കെ ഈ ഇടവകയെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ അനുഗ്രഹപ്രദമാണ്. പ്രത്യേകിച്ച് ഈ ജൂബിലി ഘട്ടത്തിൽ അറിയാം, സാറിന് ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും വകവെക്കാതെ എല്ലാ കാര്യങ്ങളിലും ഗൈഡൻസും കാര്യങ്ങളൊക്കെ നൽകി സാർ ജനറൽ കൺവീനറായിട്ട് വർക്ക് ചെയ്യുന്നു. അതിനൊപ്പം ഞങ്ങൾ 2 പേര്, ഞാനും അതുപോലെ തന്നെ സൂസൻ ടീച്ചറും ഞങ്ങൾ ഒപ്പം സാറിനോട് വർക്ക് ചെയ്യുന്നു. സാറിൻ്റെ ഗൈഡൻസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ 60 വർഷങ്ങൾ നമ്മൾ സ്മരിക്കുമ്പോൾ ഒക്കെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടെന്നുള്ള ഗൈഡൻസ് ഒക്കെ നൽകി നമ്മളെ സഹായിക്കുന്നു. സാറിനോടുള്ള ഇടവേട നാമത്തിലുള്ള ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ നാമത്തിലുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ ആശാ വർക്കേഴ്സ് ഹരിത കർമ്മസേന പ്രതിനിധികളായി നമ്മളോട് ഇവിടെ സംസാരിച്ചല്ലോ, ശ്രീമതി ദീപ ഷനിലും അതുപോലെ ശ്രീമതി മീര കണ്ണനും. അവരുടെ വാക്കുകളിൽ കൂടി നമ്മൾ ശ്രദ്ധിച്ചു എത്രമാത്രം അവർ ഇത് ഗൗരവമായി എടുത്തു. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നത് നിങ്ങളുടെ ഈ വാക്കുകളാണ്. തീർച്ചയായിട്ടും ഈ 2 പേരിലുള്ള ഇടവേട നാമത്തിലുള്ള എല്ലാവരുടെയും പേരിലുള്ള നാമത്തിലുള്ള നന്ദി സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കും. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട ആശാ വർക്കേഴ്സാണ്. പ്രിയപ്പെട്ട ആശാ വർക്കേഴ്സ്, ഹരിത കർമ്മ സേനാംഗങ്ങൾ, ഈ അവസരത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സേവനത്തിനും ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളുടെ ജീവിതം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ധൈര്യത്തോടെ ബലത്തോടെ ഈ സമൂഹത്തിൽ ചെയ്യുന്നത് കണ്ണുകൊണ്ടിട്ടും കാണാതിരിക്കുന്ന ആൾക്കാരുണ്ട്, ചെവി കൊണ്ടിട്ടും കേൾക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഇടവകയെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ഇങ്ങനെ വലിയൊരു ദൈവകൃപ ലഭിച്ചു. നിങ്ങളെ കൂട്ടി വരുത്തുവാനും നിങ്ങളെ കാണുവാനും. അതുപോലെ തിരുമേനി പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങളെ സെഗ്രിഗേറ്റ് ചെയ്ത് ഇരുത്തിയിരിക്കുന്നത് വെച്ചാൽ നിങ്ങളെ സെഗ്രിഗേറ്റ് ചെയ്തതല്ല, നിങ്ങൾക്ക് ഈ മെമ്മന്റോയും ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ കയ്യിൽ എത്തിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളെ ഒരു ഓർഡറിൽ ഇരുത്തിയെങ്കിൽ മാത്രമേ ഇതൊക്കെ നിങ്ങൾക്ക് തക്ക സമയത്ത് നൽകുവാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഈ ഇടവേഗമായിട്ട് മിങ്കിൾ ചെയ്ത് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് അടുത്തുള്ള ഇപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണമുണ്ട്, ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒന്നിച്ച് നമുക്ക് ഇരിക്കുവാനും എടുക്കുവാനും ദൈവം സഹായിക്കട്ടെ. നിങ്ങളെ കറക്റ്റ് സമയത്ത് തന്നെ കൃത്യസമയത്ത് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു. ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങളെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് വളരെയധികം സഹായം ലഭിച്ചിട്ടുണ്ട്. നിങ്ങളെ ലീഡേഴ്സിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം ഇവിടെ കൂട്ടുവരുത്തുവാൻ സഹായിച്ച ലീഡേഴ്സൊക്കെ ഉണ്ട്. എല്ലാവരോടുമുള്ള ഇടവേട നാമത്തിലുള്ള അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അർപ്പിക്കുകയാണ്. അതുപോലെ ഇടവകയുടെ ഞാൻ അധികം നീട്ടുന്നില്ല, ഇനി നന്ദി പറയുവാൻ കുറേ ആൾക്കാരുണ്ട്. ഈ ഡയമണ്ട് ജൂബിലിയെ സംബന്ധിച്ചോളം വലിയ ബൃഹത്തായ ഒരു പ്രോഗ്രാം നമ്മൾ കൊണ്ടുപോവുകയാണ്. അതിന് ഇടവ ചുമതലക്കാരുടെ വളരെയധികം സഹകരണം നമുക്ക് ലഭിച്ചു.
അതുപോലെ തന്നെ കൈസാന സമിതി തക്കതായ തീരുമാനങ്ങൾ കൃത്യസമയത്ത് എടുക്കുവാൻ സാധിച്ചു. അതുപോലെ ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ, പ്രോഗ്രാം കമ്മിറ്റി ഇവിടെ മിസ്റ്റർ ജോർജ് തോമസ്, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അറേഞ്ച്മെൻറ്റ് കമ്മിറ്റി കൺവീനർ ടൈറ്റസ് പി ജോർജ്, അതുപോലെ ഫിനാൻസ്, എല്ലാത്തിനും പൈസയൊക്കെ ആവശ്യമാണ്. ഫിനാൻസ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്ന മിസ്റ്റർ കെ ഉമ്മൻ, അതുപോലെ സൺഡേ സ്കൂൾ, അതുപോലെ തന്നെ സേവിയ സംഘം ഞങ്ങളുടെ സേവിയ സംഘം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സംഘടനയാണ്. അവർ പാറ പോലെ ഞങ്ങളോട് ഉറച്ചു നിൽക്കുകയാണ്. നിങ്ങളുടെ ഈ പാക്കറ്റൊക്കെ പാക്ക് ചെയ്തത് അവരാണ്, ഗിഫ്റ്റ് പാക്കറ്റിൽ പൊതിഞ്ഞത് അവരാണ്. ഓരോ പ്രവർത്തനങ്ങൾ ഓരോ സംഘടനകളാണ് ചെയ്തത്. അതുപോലെ തന്നെ യൂട്യൂബ് ഇന്ന് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുന്നത് മിസ്റ്റർ ജെംജു ജോർജാണ്. അതുപോലെ അതിലുപരി എല്ലാത്തിലുപരി നമ്മുടെ നമ്മുടെ സെസ്റ്റനായിട്ട് വർക്ക് ചെയ്യുന്ന ഷൈജുവിൻ്റെ സേവനങ്ങൾ ഒരിക്കലും മറക്കുവാൻ സാധിക്കത്തില്ല. ഏത് കാര്യത്തിലും മുൻപന്തി നിൽക്കുകയും ഞങ്ങൾ കാണാത്തത് പറയുകയും എടുക്കുകയും ചെയ്യുന്ന ഷൈജുവിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവരോടുള്ള ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ മനഃപൂർവ്വമല്ല, സമയപരിധിയുണ്ട്. അതുകൊണ്ട് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഇടപെടെ പേരിലും എല്ലാവരുടെയും പേരിലും ഞാൻ ആത്മാർത്ഥമായി അർപ്പിക്കുകയാണ്. ഏറ്റവും അവസാനം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇടവാംഗങ്ങളാണ്, നമ്മുടെ സുഹൃത്തുക്കളാണ്, സഹോദരങ്ങളാണ്. നിങ്ങളെല്ലാം കൃത്യസമയത്ത് ഇന്നലെ ഇവിടെ ഞങ്ങളുടെ പള്ളിയുടെ കലാസന്ധ്യ എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. വളരെ മനോഹരമായ പ്രോഗ്രാം. എല്ലാ സംഘടനകളും ഒന്നിച്ചുകൂടി ഒരു ദിവസം ദൈവകൃപയിൽ സന്തോഷിക്കുന്ന ആ ദിവസം എത്ര മനോഹരമായിരുന്നു. ഇന്ന് എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു. 7:30 തന്നെ മിക്കവാറുള്ള ആൾക്കാരൊക്കെ വന്ന് ഈ പള്ളി നിറയുവാൻ കാരണമായി തീർന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനവും നിങ്ങളുടെ ഓരോ ദർശനവുമാണ് ഈ ഇടവക മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ കൃത്യസമയത്ത് എത്തിച്ചേർന്നല്ലോ. എല്ലാവരോടുമുള്ള പ്രത്യേകം നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹൃദയപൂർവ്വം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു സോ മച്ച്. 1-2 കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാരോട്. ഇപ്പോൾ ആദരപത്രവും ഗിഫ്റ്റും വരാതെ പോയ കൂട്ടുകാർക്ക് കോർഡിനേറ്റേഴ്സ് വഴി പള്ളിയിലെ ചുമതലക്കാരെ എത്തിക്കുന്നതായിരിക്കും. അതിന് വിഷമിക്കാനില്ല, ഡെഫിനറ്റ്ലി എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് കോപ്പറേഷൻ. പിന്നെ ഇതെല്ലാം ചടങ്ങുകൾ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് തിരുമേനി പറഞ്ഞ പോലെ ഇൻക്ലൂസീവായിട്ട് ഇരുന്നത് ഇങ്ങനെ ഗിഫ്റ്റ് തരാനുള്ള സൗകര്യത്തിന് ഇരുത്തിയതാണ്. അല്ലെ അങ്ങനെ ഇരിക്കൂല, നമ്മളെല്ലാവരും കൂടെ ചേർന്നിരുന്നേനെ. ഗിഫ്റ്റ് തരാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഒന്നിച്ച് താഴെ ഇറങ്ങി ആഹാരം കഴിക്കുന്നതായിരിക്കും ഇത് കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അക്നോളജ് ചെയ്യാനൊരു ആശാ വർക്കർ ഇവിടെ ഉണ്ട്, ആസിറ നാസർ. ഹസീറ നാസറും മുന്നോട്ട് നിന്നാട്ട്. ഹസീറ നാസർ ആശാ വർക്കർ ആണെങ്കിലും വാർഡ് നമ്പർ 25 കൗൺസിലറും കൂടിയാണ്. അപ്പം കൗൺസിലറുകളായിട്ട് പൊതുവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. താങ്ക് യു സോ മച്ച്. 3 പ്രൊസീജർ എഴുന്നേറ്റാട്ട്. സിജി. ഓ അടിപൊളി. ആശാ വർക്കർമാര് എല്ലാ കൗൺസിലർമാരും കൂടെ പിന്നെ എന്ത് വേണം? അതാണ് നമ്മുടെ എല്ലാവരുടെ ഇൻക്ലൂസീവ്നെസ്സിന്റെ കരുത്ത്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പൊസിഷൻസ്. We have come to the end of our formal program. സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം ആശാ വർക്കർമാരുടെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും ക്രൈസ്തവ സമിതി അംഗങ്ങളുടെയും ജൂബിലി കമ്മിറ്റിയുടെയും ഒരു ഫോട്ടോ സെഷൻ ഉണ്ടായിരിക്കുന്നതാണ്. താഴെ എല്ലാവർക്കും സ്നേഹവിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. Before we sign off, may we invite Reverend Justin J. Sam for closing prayer and request His Grace the Most Reverend Dr. Thomas Theodosius Marthoma Metropolitan for the benediction. നമുക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവും രക്ഷകനുമായ യേശു മിശിഹായെ, ഞങ്ങളുടെ ഈ ആയുസ്സിനായി ദൈവമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഈ ആയുസ്സിൽ പ്രഭാതത്തിൽ ഇന്ന് എഴുന്നേൽക്കുവാനും ഇന്ന് ആരാധനയ്ക്ക് ശേഷം ഇപ്രകാരം ഞങ്ങൾക്ക് കൂടി വരുവാനും ഒരുക്കി തന്ന വലിയ അവസരങ്ങൾക്കായി ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ഈ കളമശ്ശേരി പ്രദേശത്ത് ഒരു ഉപ്പായി അനേകർക്ക് രുചി പകരുന്ന ഈ ഇടവകയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തണമേ. കഴിഞ്ഞ 60 വർഷക്കാലം ഈ ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ നിന്റെ തിരുസാന്നിധ്യം ഉണ്ടായിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു.
നയിച്ച പിതാക്കന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. നേതൃത്വം നൽകിയ അച്ഛന്മാർക്കായി ദൈവമേ സ്തോത്രം ചെയ്യുന്നു. പ്രതിയാൽ ഇന്ന് ഈ പ്രദേശത്ത് ഞങ്ങളുടെ ജീവിതം കുറച്ചുകൂടി മനോഹരവും സുന്ദരവുമാക്കി തീർക്കുന്ന ഞങ്ങളുടെ ആശാ വർക്കർമാരെയും പ്രത്യേകാൽ ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിക്കുവാനായി ഞങ്ങൾക്ക് ലഭിച്ച ഈ അവസരത്തിനായി ദൈവമേ സ്തോത്രം ചെയ്യുന്നു. സഭയെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ ഇടത്ത് വസിക്കുമ്പോൾ ഏറ്റവും സഹോദരത്തോടും സ്നേഹത്തോടും കൂടെ പരസ്പര ബഹുമാനത്തോടും കൂടെ വസിക്കുവാനായി ഒരുക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായും ദൈവമേ സ്തോത്രം ചെയ്യുന്നു. അതിന് ഈ ഇടവക ഒരു മുഖാന്തരമാക്കി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇതെല്ലാം ചെയ്യുവാനായി ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് നിന്റെ സ്നേഹമാണല്ലോ. കർത്താവേ, നീ ഞങ്ങളിലേക്ക് പകർന്നു തന്ന സ്നേഹത്തെ ഈ സഭയിലൂടെ, ഈ ഇടവകയിലൂടെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനായിട്ട് ദൈവമേ ഞങ്ങൾക്ക് കുറെ കൂടെ ശക്തി തരുമാറാകണമേ. പ്രതികാൽ ആദ്യോടന്തം നിന്റെ കൃപയും സാന്നിധ്യവും ഉണ്ടായിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയാത്ത സാന്നിധ്യത്താൽ നിറച്ചാട്ട് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്നു. പ്രാർത്ഥനകൾ കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം. പ്രപഞ്ചത്തിനുണ്ടാകാനായിട്ടുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, കൃപകൾ പ്രിയരെ നമ്മുടെ എല്ലാവരോടുകൂടെ, നമ്മുടെ പ്രവർത്തന മേഖലകളോടുകൂടെ, ഈ കൂട്ടായ്മയോടുകൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ തന്നെ നമ്മുടെ ഫോട്ടോ സെഷൻ ആരംഭിക്കുകയാണ്. അതിനുശേഷം മാത്രമാണ് താഴെ നമ്മൾ ലഞ്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് ചുമതലക്കാരും നിൽക്കണം. ആദ്യം ആശാ വർക്കേഴ്സും അതേ തുടർന്ന് ഹരിതകർമ്മ സേനാംഗങ്ങളും പിന്നെ കൈസ്ഥാന സമിതി അംഗങ്ങളും കഴിഞ്ഞ 2024-25-ൻ്റെയും 25-26-ലെയും എല്ലാവരും ഓരോ സെക്ഷനായിട്ട് 4 സെഷൻസായിട്ട് ഫോട്ടോ എടുത്തതിന് ശേഷമാണ് താഴെ നമ്മൾ ഭക്ഷണത്തിനായിട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ ഇവരോട് വന്നിട്ട് നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം. അതാണല്ലോ അതിൻ്റെ ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഫോട്ടോ എടുത്തതിന് ശേഷമാണ് താഴെ ഭക്ഷണം. നമുക്ക് ഇന്ന് ഇതെല്ലാം കമ്പയർ ചെയ്ത് നമ്മളെ സഹായിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഇത് കമ്പയർ ചെയ്ത പ്രിയപ്പെട്ട 2 പേരുടെ സൂസൻ മോഹൻ ആൻറ്റിയോടും ദിദ്യയോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. ഗായക സംഘം നല്ല പാട്ടുകൾ, നമ്മുടെ ടൈം എല്ലാം ശരിയാക്കി നല്ല പാട്ടുകൾ പാടി.